സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനായി കാത്തിരുന്നെൻ സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ. സ്വർഗഭവനം ഒരുക്കിയതിൽ വേഗമെന്നെ ചേർപ്പാൻ എൻ്റെ പ്രിയൻ വന്നിടും. ആ നല്ല നാളിനായി കാത്തിരുന്നെൻ സ്നേഹമെന്നിൽ ദിനം തോറും എൻ്റെ ഹൃദയത്തെ തൊടുവാനും ആ മുറിവിൽ തലോടുവാനും എൻ്റെ ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവെ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. 10,000 അതിശ്രേഷ്ഠൻ എനിക്കേറ്റവും പ്രിയമുള്ള നാഥൻ എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ സർവാംഗ സുന്ദരൻ. എനിക്കൊരു ഉത്തമ ഗീതം, എനിക്കൊരു ഉത്തമ ഗീതം എൻ്റെ പ്രിയനോടു പാടുവാനും. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം, എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം. ഒരു പനി നീർപ്പൂ മരുഭൂമിയിൽ അർദ്ധപ്രാണനായി കിടന്നപ്പോഴും മരുഭൂമിയിൽ അർദ്ധപ്രാണനായി ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോൾ സ്നേഹക്കൊടിയിൽ എന്നെ മറച്ച് ഓമനപ്പേർ ചൊല്ലി എൻ്റെ മാർബോടാണ്. മരുഭൂമിയിൽ അർദ്ധപ്രാണനായി ഒരു കണ്ണും കാണാതെ വിതുമ്പിയപ്പോൾ സ്നേഹക്കൊടിയിൽ എന്നെ മറച്ച് ഓമനപ്പേർ. എൻ്റെ ഹൃദയത്തെ തൊടുവാൻ യേശുവെ പോലെ ആരെയും ഞാൻ കണ്ടതില്ല. എൻ്റെ ഹൃദയത്തെ തൊടുവാൻ മുറിവിൽ തലോടുവാൻ യേശുവെ പോലാരെയും ഞാൻ കണ്ടതില്ല. ഇത്രയേറെ ആനന്ദം എൻ ജീവിതത്തിലേകുമെന്ന് യേശുവെ ഞാൻ ഒരിക്കലും നിനച്ചതില്ല. 10,000 അതിശ്രേഷ്ഠൻ എനിക്കേറ്റവും പ്രിയമുള്ള നാഥൻ. എൻ്റെ ഹൃദയം കവർന്ന പ്രേമകാന്തൻ, ഹൃദയം കവർന്ന പ്രേമകാന്തൻ സർവാംഗ സുന്ദരൻ. എനിക്കൊരു ഉത്തമ ഗീതം, എനിക്കൊരു ഉത്തമ ഗീതം എൻ്റെ പ്രിയനോടു പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനി നീർപ്പൂ പോലെ. എനിക്കൊരു ഉത്തമ ഗീതം, എനിക്കൊരു ഉത്തമ
ഗീതം എൻ്റെ പ്രിയനോടു പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർപ്പൂ പോലെ മൃദുലം. ഹല്ലേലൂയ. നമ്മൾ ലോകത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഒരാഴ്ച കൊണ്ട് നിർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ പോയാൽ ഒരിക്കലും തീരത്തില്ല. എന്നാലും അടുത്ത ആഴ്ച കൊണ്ട് തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ അവസാനം പറഞ്ഞു വെച്ചത് സൗഖ്യത്തെക്കുറിച്ചാണ്. ലോകത്ത് നമുക്ക് എങ്ങനെ ജയിക്കാൻ കഴിയുമെന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങിയതല്ലേ. നാം ലോകത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന വാക്യം വായിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ മുമ്പത്താഴ്ചയൊക്കെ പഠിച്ചതാണ്. എനിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ ലോകത്തിൽ നിന്ന് ജയിക്കുവാൻ ഏക മാർഗം പാപത്തെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്തുവോ അതുപോലെ തന്നെ ലോകത്തെയും നമ്മൾ കൈകാര്യം ചെയ്യണം. നമ്മുടെ പാപം നിറഞ്ഞ നമ്മുടെ പഴയ മനുഷ്യൻ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്തത്? നമ്മുടെ പഴയ മനുഷ്യൻ ആദമിൻ്റെ പഴയ പ്രകൃതം, നരകത്തിലേക്ക് പോകുന്ന പഴയ പ്രകൃതം, പാപത്തിൻ്റെ ശരീരം, ആ പാപത്തിൻ്റെ പ്രകൃതത്തെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ക്രിസ്തുവിനോടുകൂടെ അവൻ മരിച്ചു. ഹല്ലേലൂയ. അതാണ് മറന്നു പോകരുത്. ഈ ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ ഏറ്റുപറയുകയാണതെല്ലാം. പക്ഷേ ആ ഏറ്റുപറഞ്ഞ വചനം ഒരായുസ് കൊണ്ട് നാം തെളിയിക്കുകയാണ്. ആ വചനം മറന്നു പോകരുത്. അനേകർക്ക് തെറ്റിപ്പോയ വിഷയം നമ്മൾ ഏറ്റുപറഞ്ഞല്ലേ, കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ഞാനും അവനോട് കൂടി മരിച്ചു. എല്ലാവർക്കും അറിയാം ആ വിഷയം, എല്ലാ വിശ്വാസിക്കും അറിയാം. പക്ഷേ ബുദ്ധിയിൽ മാത്രമാണ്. ഹല്ലേലൂയ. അതല്ല അവിടെ. അത് ഏറ്റുപറയുമ്പോൾ വിശ്വാസത്തിൽ കർത്താവ് നമുക്ക് വിശ്വാസം തരുന്നു. കർത്താവ് തരുന്നു, നമ്മുടെ വിശ്വാസമല്ല. നമ്മുടെ വിശ്വാസമാണെങ്കിൽ പണ്ടേ വീട്ടിൽ പോയിരുന്നു, നമ്മളൊക്കെ ഇതൊക്കെ ഇട്ടെറിഞ്ഞ് പഴയ പടിക്ക് പോയിരുന്നു നമ്മളെല്ലാവരും. കർത്താവ് തന്ന വിശ്വാസമാണ് നമുക്കത്. ഹല്ലേലൂയ. അത് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടി ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുകയും നമുക്കത് വിശ്വാസമായി ഒരായുസ് കൊണ്ട് നാം തെളിയിക്കുക. അതുപോലെ തന്നെയാണ് ആ വിശ്വാസം. അത് തന്നെയാണ് ഈ ലോകത്തെ നമുക്ക് ജയിക്കാൻ കഴിയുമാറാക്കുന്ന വിശ്വാസം അല്ലേ. എന്താ? നാം ക്രിസ്തുവിനോടുകൂടെ അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുക. ഇത് എപ്പോഴൊക്കെ കഴിയുമെങ്കിൽ ലോകം കയറി വരുമ്പോൾ എപ്പോഴും അല്ലെങ്കിൽ പ്രാർത്ഥനാ സമയങ്ങളിലൊക്കെ നമ്മൾ ഓർക്ക് നല്ലതായിരിക്കും. നമ്മൾ അറിയുന്നില്ല, പലപ്പോഴും നമ്മൾ അറിയാതെ ഓടും നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ നമ്മൾ അടിയിലെ കാലിലെ മണ്ണ് പോയത് ക്രിസ്തുവിനെ പാറയിൽ നിന്ന് വീണ്ടുപോയി നമ്മൾ അറിയത്തില്ല. ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മൾ അറിയുന്നത്, അയ്യോ എൻ്റെ കാൽ ഞാൻ ക്രിസ്തുവിലല്ല നിൽക്കുന്നതൊക്കെ. ഒരുപാട് ജീവിതത്തെ ഞാൻ കണ്ടതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എങ്ങനെ പാപത്തെ കൈകാര്യം ചെയ്തുവോ അതുപോലെ തന്നെ നമ്മൾ ലോകത്തെ കൈകാര്യം ചെയ്യുമെന്ന് കഴിഞ്ഞ ആഴ്ച 2 ആഴ്ച നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്, വിട്ടുപോകുന്നു. ഹല്ലേലൂയ. ഇന്ന് അതിനെക്കുറിച്ച് അല്പമായി ഞാൻ ഇതിനെക്കുറിച്ച് എടുക്കും. നമ്മൾ അതിമുമ്പായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ലോകത്തിൻ്റെ കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ലോകത്തിൽ നമ്മൾ അറിയാതെ ചെയ്തു പോയ കുറേ കാര്യങ്ങളെക്കുറിച്ച് അല്ലേ. ഒന്ന് അല്ലേ, ഞാൻ ഓടിച്ചു വിടുകയാണ്. നമ്മൾ വിട്ടുപോകരുത്, മറന്നു പോകരുത്. ഈ അടുത്ത 31st നിങ്ങളുടെ മുമ്പിൽ വരും, മറന്നു പോകരുത്. ഹല്ലേലൂയ. അത് നിങ്ങളുടെ ടെസ്റ്റാണ്, പരിശോധനയാണ്. ഹല്ലേലൂയ. ഇതൊക്കെ ഈ പ്രോമിസ് കാർഡൊക്കെ 31st വിതരണം ചെയ്യുന്ന പ്രോമിസ് കാർഡ് മുഴുവനും കത്തമ്മേനെ കൊണ്ട് ചീട്ടെടുക്കുന്ന പരിപാടിയാണെന്ന് മറന്നു പോകരുത്. അടുത്ത 31st നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ ജയിക്കുമോ ഇല്ലയോ എന്ന് അന്നറിയാം. അടുത്ത 31st വീണ്ടും വരും അല്ലേ. അതുകൊണ്ട് മറന്നു പോകരുത്. ഇതൊക്കെ ജാതീയ സമ്പ്രദായങ്ങൾ വന്ന കാര്യങ്ങളാണ് ഓരോന്നായിട്ട്. ഹല്ലേലൂയ. ഇതൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അന്ന് വെറ്റിലെ പൈസ കൊടുക്കുന്നു, ഇന്ന് ബൈബിളിലെ പുറത്ത് വെച്ച് പൈസ കൊടുക്കുന്നു. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതൊക്കെ ചെറിയ വേറെ സാത്താൻ വേറൊരു രൂപത്തിലും ഭാവത്തിലും വരുന്നു. വെള്ളം ഉടുത്തിട്ട് വരും അല്ലേ, ചിലപ്പോൾ വേറെ ഉടുപ്പിട്ട് വരും. ഇതൊക്കെ അതുകൊണ്ട് ലോകം സഭ പുറത്തല്ല, ലോകം സഭക്ക് അകത്ത ലോകം. ഞാൻ കണ്ടുവന്ന ഏറ്റവും ഭയാനകം. ഒരുപാട് 1000-ഓളം 100-കണക്കിന് സഭകൾ കയറിയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എത്രയോ പറയാം, സഭക്കകത്താണ് ലോകം കിടക്കുന്നത്, നമ്മുടെ അകത്താണ്. എന്തുകൊണ്ടെന്നറിയാമോ? നമ്മളൊക്കെ ഇന്നും കർത്താവിൽ വളരാൻ കഴിയാതെ, ക്രിസ്തുവിന് ഫലം കായ്ക്കാൻ കഴിയാതെ നമ്മൾ ജീവിക്കുന്നത് ലോകം നമ്മുടെ അകത്തുള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ കുറിച്ച് പണ്ട് പഠിച്ചിട്ട് ഓർത്താൽ മതി. ഇസ്രായേൽ മക്കളുടെ അകത്ത് ഈജിപ്റ്റ് പോയില്ല. അവരുടെ അകത്തുനിന്ന് അവരുടെ ചുറ്റുള്ളി, വെളുത്തുള്ളി, ആച്ചി മസാല, ഈസ്റ്റേൺ മസാലയുടെയൊക്കെ മണം അവരുടെ മൂക്കിന്ന് പോയില്ല. അവരുടെ ഹൃദയം പിന്തിരിഞ്ഞു പോയി മിസ്രൈമിലേക്ക്. ഹല്ലേലൂയ. മരുഭൂമിയിൽ ദൈവം തന്നെ കൊന്നുകളഞ്ഞു. അവരെ പോയി ചാകടാന്ന് പറഞ്ഞു കൊന്നുകളഞ്ഞു. ലോകം ഭയാനകമാണ്. നമ്മൾ വിട്ടുപോകരുത്. നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. ഇത് ലോകത്തിലെ പലതും നമ്മൾ അറിയാതെ നമ്മുടെ അകത്തുണ്ട്. പറഞ്ഞതൊക്കെ ഓർമ്മ കാണുമായിരിക്കും. നമ്മുടെ അകത്തൊരു ചക്കപ്പഴം ഇരുന്നാൽ നമ്മൾ എത്ര പിശാചിനെ ആട്ടിയാലും പോകത്തില്ല, ഈച്ച പോകത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ?
ആ ചക്കപ്പഴമാണ് എടുത്ത് മാറ്റേണ്ടത്. ലോകത്തിൻ്റെതായ എന്തെങ്കിലും സമ്പ്രദായം അല്ലേ നമ്മുടെ ജീവിതത്തിലോ വീട്ടിലോ അല്ലേ നമ്മുടെ ബിസിനസ്സിലോ നമ്മൾ എവിടെയാ നമ്മൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓർക്കണം, പിശാച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകത്തില്ല. കാരണം ചക്കപ്പഴം എടുത്ത് അടുത്തോളം കാലം ഒരിക്കലും ദൈവത്തിന് പോലും ഇടപെടാൻ കഴിയത്തില്ല. കാരണം ദൈവം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ എല്ലാ കാര്യം, അവൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിട്ടുണ്ട് അവൻ ദൈവം. ഹല്ലേലൂയ. ഇനി നമ്മൾ ആകെ അറിയേണ്ടത് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് ദൈവഹിതം മനസ്സിലാക്കുക. എനിക്ക് ഒരുപാട് ഈ ക്ലാസ്സിൽ ഒരുപാട് എടുക്കേണ്ടത്, ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ കട്ട് ചെയ്തിട്ടാണ് ഈ അടുത്ത ആഴ്ച കൊണ്ട് ഞാൻ ഇത് നിർത്താൻ പോകുന്നത്. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് മറന്നു പോകരുത്. കല്ലിടുന്ന പരിപാടിയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടാണ്. വാസ്തുബലിക്ക് മറന്നു പോകരുത്. പാല് കാച്ചുന്നതൊക്കെ ലോക സമ്പ്രദായങ്ങളാണ്. എന്നിട്ട് വീട്ടിൽ നിന്ന് പിശാച് എന്ന് പറഞ്ഞാൽ പിശാച് വീട്ടിൽ നിന്ന് പോകുമോ? ഒരിക്കലും പോകത്തില്ല. മാരണം വരെ നമ്മുടെ കൂടെ ഉണ്ട്. ഈ വെളിപ്പാട് നമ്മുടെ അകത്ത് കയറി നമ്മൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് മാനസാന്തരപ്പെടുന്നു, അന്ന് ഈ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകത്തില്ല. അത് ബിസിനസ് ആവട്ടെ, അത് ജോലിയാവട്ടെ, നമ്മുടെ കുടുംബജീവിതമാകട്ടെ, ഏത് മേഖലയാണെങ്കിലും സാത്താൻ ഒരംശം പോലും ഇടം കൊടുക്കാതിരിക്കുന്ന നല്ലത്. അതിൽ ഒരല്പം പോലും ഇടം കൊടുക്കരുത്. അതുകൊണ്ട് എത്ര പ്രാവശ്യമല്ല, അല്ലെങ്കിൽ സിംഹം പോലെ അവൻ നമുക്ക് ചുറ്റും കടയിക്കൊണ്ട് അടയ്ക്കുകയാണ്. ഒരല്പം ഇടം കൊടുത്താൽ, പാരകുത്തൻ്റെ ഈ പണ്ടൊരു കാര്യമല്ല, ഈ അല്ലേ ഒരു സൂചി കുത്താൻ ഇടം കൊടുത്താൽ അല്ലേ കാരണവന്മാർ പറയില്ലേ, അതുപോലെ നമുക്ക് ഈ കേസൊക്കെ. ഹല്ലേലൂയ. അതുകൊണ്ട് മറന്നു പോകരുത്. ഇതെല്ലാം സാത്താന്യ ഉപദേശങ്ങളാണെന്നും, അന്ധകാരം എന്ന് പറഞ്ഞാൽ ശിവനും അന്ധകാരം എന്ന് പറഞ്ഞാൽ ഒരു രാക്ഷസ തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ശിവന്റെ തലയിൽ നിന്ന് അല്ലേ ഒരു വേർപ്പുതൽ താഴെ വീണു, അത് രാക്ഷസനായി മാറി. ഞാൻ കഴിച്ച പറഞ്ഞതാ, ഒന്ന് വിചാരിക്കേണ്ട, അത് വീണ്ടും ആവർത്തിക്കുകയല്ല. അത് അദ്ദേഹത്തിന് ആ രാക്ഷസന് വേണ്ടി 53 ദേവന്മാർ ഈ വാസ്തുപുരുഷന്റെ മുകളിൽ വന്ന് വീണു. അവസാനം വാസ്തുപുരുഷൻ സ്വർഗത്തോട് ഈ ബ്രഹ്മാവിനോട് കരഞ്ഞപ്പോൾ ബ്രഹ്മാവ് 3 കാര്യങ്ങൾ കൊടുത്തു. ഒന്ന് ശിലാസ്ഥാപനം, കട്ട്ളവെപ്പ്, ഗൃഹപ്രവേശനം. നീ ഈ 3 സമയത്തും അല്ലേ നിനക്ക് സന്തോഷകരമായി എന്ന് പറഞ്ഞുകൊണ്ട് ആ രാക്ഷസന് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗമായി മാറി നമ്മുടെയൊക്കെ. ഹല്ലേലൂയ. ലോക സമ്പ്രദായങ്ങളാ, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊക്കെ ജനിച്ചപ്പോൾ മുതൽ കണ്ടും വളർന്നു വരുന്ന കാര്യങ്ങളാണ്. ദൈവം ഇന്നും ക്ഷമിക്കാൻ തയ്യാറാണ് നമ്മളോട്. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ കണ്ടുപടന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ ക്രിസ്തീയ മതത്തിൽ നിന്ന് വന്നവർക്ക് ഇത്ര കാണുമാവത്തില്ല. പക്ഷേ ഞങ്ങളെപ്പോലെ ഹിന്ദു മതത്തിൽ നിന്ന് വന്നവർക്കൊക്കെ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുകയതല്ല. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഭയാനകമായ കാര്യങ്ങളാണെന്ന് കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഹല്ലേലൂയ. പണ്ടൊക്കെ ദൈവങ്ങൾക്കൊക്കെ നമ്മൾ എന്താ പറയുക, ഈ ക്രിസ്തീയ മതത്തിൽ നിന്ന് വന്നാൽ ഈ പറഞ്ഞ മെഴുകുതിരിയൊക്കെ കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കും. ഹിന്ദു മതത്തിൽ നിന്ന് വന്നവർ എണ്ണ കൊടുത്തും അല്ലേ വെടി വഴിപാട്, ചെറിയ വെടി വലിയ വെടി എന്നൊക്കെ പറഞ്ഞ് ഒക്കെ കൊടുത്ത് പ്രസാദിപ്പിക്കുമ്പോൾ ഇന്നും നമ്മളകത്ത് ആരാധിച്ചാൽ കിട്ടുമെന്ന് പറയുന്ന കൾട്ടുപദേശമൊക്കെ എവിടെ കയറി നമുക്കറിയത്തില്ല അല്ലേ. ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ ഒരു സമയമുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ലത്. നമ്മുടെ ആത്മാവ് അവൻ്റെ ആത്മാവോട് പറ്റിച്ചേർന്ന നിമിഷങ്ങൾ, അവിടെ വിടുതലല്ല, ഒരു ജീവിതമായി മാറുകയാണ്. അടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ ആരാധനയെക്കുറിച്ച് എടുക്കും. ഇന്ന് ലോകത്തിൽ കേൾക്കുന്നതല്ലേ നമ്മുടെ ആരാധന. ശരിക്കും പറഞ്ഞാൽ ആത്മാവ്, എൻ്റെ ആത്മാവ് അവൻ്റെ ആത്മാവോട് ലയിച്ചു ചേരുന്നില്ലെങ്കിൽ ഇതൊന്നും ആരാധനയല്ല, ആത്മീയ ഗീതങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സത്യത്തിൽ നമ്മളെല്ലാവരും വീണ്ടും ജനിക്കപ്പെട്ട സ്പിരിച്വൽ ബീയിങ്, നമ്മളെല്ലാം ആത്മജീവികളാണ് നമ്മളെല്ലാവരും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് 7 സഭയോട് ദൂത് എഴുതപ്പെടും. ആത്മാവ് പറയുന്നത് ചെവിയുള്ളവൻ കേട്ടോ എന്നാണ് ചോദിക്കുന്നത്. അല്ല ബൈബിൾ വായിച്ചതല്ല ചോദിക്കുന്നത്. ചെവിയുള്ളവൻ, ഈ ചെവിയല്ല, അകത്തെ മനുഷ്യൻ്റെ ചെവി. ഹല്ലേലൂയ. അപ്പം അതൊക്കെ ഞാൻ വിട്ടുപോകുകയാണ്. അറിയാതെയൊക്കെ ഈ അപ്പന്മാരോ അമ്മമാരോ ഒക്കെ മരിച്ചു പോകുമ്പോൾ അറിയാതെ നമ്മളൊക്കെ ചെയ്തു പോകുന്ന കാര്യമുണ്ട്. ഹിന്ദു മതത്തിൽ വന്നവർ 16 അടിയന്തരം ആ ദിവസമാവുമ്പോൾ താങ്ക്സ് ഗിവിംഗ് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ നാമത്തിൽ അല്ലേ എല്ലാവരെയും വിളിച്ച് പാസ്റ്റർമാരെയൊക്കെ വിളിച്ച് ഒരു പ്രയർ. സത്യത്തിൽ അത് 16-ാം ദിവസം തന്നെ ചെയ്യും. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്, മറന്നുപോകരുത്. 16-ാമത്തെ ദിവസമേ ചെയ്യത്തുള്ളൂ. ബാക്കി 6-ാം ദിവസമുണ്ട്, 3-ാം ദിവസമുണ്ട്, 10-ാം ദിവസമുണ്ട്, ചെയ്യത്തില്ല. എന്നിട്ട് നമ്മളെ കണ്ടില്ലേ, അത് കലണ്ടർ നോക്കി 16-ാം ദിവസം ഇതൊക്കെ എവിടെ നിന്ന് വന്നതാ? 40-ാം ദിവസം ക്രിസ്ത്യാനി സമുദായത്തിൽ വന്നവർ 40-ാം ദിവസം പ്രയർ വെക്കും. പ്രയർ യേശുവിൻ്റെ നാമത്തില, പാസ്റ്റർമാരായിരിക്കും, വിശ്വാസികളായിരിക്കും. പക്ഷേ നടത്തിപ്പ് മുഴുവനെന്നറിയാമോ? എണ്ണി കറക്റ്റ് ഗുണിച്ചിട്ടിട്ട് 40-ാം ദിവസമായിരിക്കും. അതൊക്കെ ഞങ്ങൾ ഒരുപാട് കാപട്യങ്ങൾ ദൈവ കുഞ്ഞുങ്ങളെ കണ്ടതുകൊണ്ടാണ് ഈ വിളിച്ചു പറയുന്നത്. ഒരുപാട് കാപട്യങ്ങൾ നമ്മൾ അറിയുന്നില്ല, കബളിപ്പിക്കപ്പെട്ടു പോയിരിക്കുക പലപ്പോഴും നമ്മൾ അറിയാതെ. ഞാൻ പരാർത്ഥം മനസ്സിലാവുന്നുണ്ടോ? എവിടെയെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മാനസാന്തരപ്പെടുക. ക്രിസ്തീയ സമുദായം ഇന്ന് ലോകം മുഴുവനും ജയ് വിളിച്ച് നടക്കുക. ഒട്ടനവധി എനിക്കറിയാം ജയ് വിളിച്ച്. ഒരിക്കലും അവകാശത്തിന് വേണ്ടി പോരാടുവാൻ നമുക്ക് അവകാശമില്ല. നമ്മുടെ സ്വത്തുക്കൾ നമ്മുടെ അപ്പൻ തന്നില്ലെങ്കിൽ പോലും അത് അവകാശത്തിന് വേണ്ടി കേസ് കൊടുക്കുവാനോ അല്ലേ മറ്റുള്ളവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കാനോ നമുക്ക് അവകാശമില്ല എന്ന കാര്യം മറന്നു പോകരുത്. നമുക്കുള്ളതാണെങ്കിൽ സ്വർഗം അനുവദിക്കും.
അത് തട്ടിപ്പറിക്കുവാൻ ഒരുത്തനെ കൊണ്ടും കഴിയത്തില്ല. ഹല്ലേലൂയ. നമുക്ക് തരാതിരിക്കുന്നത് അത് തന്നാൽ നരകത്തിൽ പോകുമെന്ന് അറിവുള്ളത് കൊണ്ട് നമ്മുടെ കർത്താവ് പിടിച്ചു വെച്ചിരിക്കുന്നത്. അത് മറന്നു പോകരുത്. അത് വിസയാവട്ടെ, പ്രമോഷനാകട്ടെ, ഇല്ലേ, വിദ്യാഭ്യാസമാകട്ടെ, എന്തുമാകട്ടെ, നമുക്ക് തന്നാൽ എന്നെയും കൊണ്ട് നരകത്തിൽ പോകുമെന്ന് ദൈവത്തിനറിയാം. എൻ്റെ ഹൃദയ രഹസ്യങ്ങൾ പോലും അറിയുന്ന, എൻ്റെ ഭാവി അറിയുന്ന ദൈവമാണ് നമ്മളെ വിളിച്ച കർത്താവ്. അതുകൊണ്ട് അവൻ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ടത് തന്നെയാണ്. അവിടെ നമ്മൾ ഉപവസിച്ച് എന്താ പറയുക അല്ലേ, ഈ 21 മേടിക്കേണ്ട, ദയവായി മേടിക്കരുതെന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടം വന്നാൽ നമ്മളൊക്കെ ഏഴിരിക്കും, പ്രവാചകന്മാരെ വിളിച്ച് ശാസിച്ചൊക്കെ നോക്കും. അയ്യോ, ബോഷന്മാരായ ജനങ്ങളാണ് നമ്മളെല്ലാവരും. പരീക്ഷ സഹിക്കുന്ന മനുഷ്യനാ ഭാഗ്യവാൻ. നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന പരീക്ഷകൾ നമ്മെ തികഞ്ഞവനാക്കാൻ വേണ്ടിയാ. പരീക്ഷ യേശുവിന്റെ നാമത്തിൽ തള്ളിക്കളഞ്ഞാൽ പിന്നെ ഞാനെങ്ങനെ ക്രിസ്തുവിനെ പോലെയായി മാറും? ഞാനെങ്ങനെ യേശുവിനെ പോലെയായി മാറും? ഹല്ലേലൂയ. എന്തിനാണ് നമുക്ക് ക്രൂശ് നൽകിയിരിക്കുന്നത് കർത്താവ്? അത് കുടുംബജീവിതത്തിലെ ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, ജോലിയാകാം, ബിസിനസ്സാകാം, നമ്മുടെ രോഗമാകാം, എന്തുമാകട്ടെ അല്ലേ, നിന്നെയും പരിഹാസമാകാം. എന്തിനാ ക്രൂശ് നൽകിയിരിക്കുന്നത്? ഞാൻ നിഗളിച്ചു ഉപകരിക്കാൻ വേണ്ടിയാ. ആ ക്രൂശിന്റെ ചുമലുള്ളത് കൊണ്ട് തല പൊങ്ങാതിരിക്കുന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ഹാപ്പി, ശമ്പളം കൂടി, ഭാര്യ ഭർത്താവ് നല്ല സ്നേഹബന്ധത്തിലായി, മക്കളൊക്കെ വലിയ ആൾക്കാരായി, ഒന്ന് ഇരുന്ന് നോക്ക്, കൊമ്പ് ഇവിടെ നിന്ന് മുളച്ചു വരും. എൻ്റെ കൂടെ ഉണ്ട് നിങ്ങളെല്ലാവരും. കൊമ്പ് മുളച്ചു വരും സഹോദരങ്ങളെ. അതുകൊണ്ട് ആ ക്രൂശ് നമ്മുടെ മേൽ കർത്താവ് വെച്ചിരിക്കുന്നത് നിഗളം വരാതിരിക്കുവാൻ. പൗലോസിനും കൊടുത്തൊരു കുട്ടി പിശാചിനെ ഇരിക്കട്ടെ ജീവിതകാലം മുഴുവൻ കുത്താൻ വേണ്ടി നമുക്കും നേരി കർത്താവ് തന്നിട്ടുണ്ട്. നമ്മൾ അതിനെ തള്ളിക്കളയും. സത്യം പറഞ്ഞാൽ അതൊക്കെ നമുക്ക് നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയാ എന്ന കാര്യം മറന്നു പോകരുത്. ലോകത്തിൽ കേരളത്തിൽ ഈ ഇട്ടാവട്ടത്തിൽ കേരളത്തിൽ കുറവാ എങ്കിലും മറ്റു സ്ഥലങ്ങളിലെല്ലാം ജപഗോപുരം എന്ന് തമിഴ് പറയും, ഇല്ലെങ്കിൽ പ്രയർ ടവറുകൾ എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു കോയമ്പത്തൂരൊക്കെ കാരുണ്യം എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ഇതെല്ലാം വന്ന് ഈ ദുരുപദേശം മുഴുവൻ വന്നത് അവിടെ നിന്ന് തന്നെയാണ്. ഹല്ലേലൂയ. പേരെടുത്ത് പറഞ്ഞ് ആരും വിചാരിക്കേണ്ട, ഞാൻ നേരിട്ട് പോയി കണ്ടത് കൂടെ കേട്ടതിനാണ് പറയുന്നത്. അവിടെ പോയി പ്രാർത്ഥിച്ചാൽ വിടുതൽ. അതെന്ത് സാധനമാണ്? അവിടെ പോയി പ്രാർത്ഥിച്ചാൽ മാത്രം വിടുതൽ? തൂണിലും തുരുമ്പിളി അല്ലേ കർത്താവിരിക്കുന്നു പറഞ്ഞത് അങ്ങനെയൊന്നുമാണ് അല്ലേ? ഒന്നുമല്ല. അവിടെ പോയി പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എവിടെയും നമ്മുടെ കർത്താവുണ്ട്. അവിടെ പോയി പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ ഇന്ന അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ നിനക്ക് അത് കിട്ടും അല്ലേ? കുടുംബജീവിതം പ്രശ്നമാണോ? നീ അവിടെ പോയാൽ മതി എന്നൊക്കെ പറയുന്ന പോലെ പ്രത്യേകമായ സ്ഥലം വെക്കുകയാണെങ്കിൽ അത് ജാതിയൽ ദൈവങ്ങളുടെ ആത്മാവാണെന്ന കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ഇതൊക്കെ ഇന്ന് ആത്മീയകോളത്തിൽ പടർന്ന് പന്തലിച്ചു പോയി. ഇഷ്ടം പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം പറഞ്ഞത് നമ്മളൊക്കെ വിട്ടുപോകുന്നു. ഈ അനോയിൻറ്റിങ് ഓയിലൊക്കെ ഇഷ്ടം പോലെ സെയിലാക്കുന്നുണ്ട്. എക്സാം വരുമ്പോൾ പേനകളൊക്കെ പൂജിച്ചു കൊടുക്കുന്ന പരിപാടി പണ്ട് ഞങ്ങളുടെ ഹിന്ദു മതത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതിനെ വേറെ വേഷനായിട്ട് അല്ലേ 2 രൂപയുടെ പേന മേടിച്ചിട്ട് പിള്ളേർക്ക് കൊടുക്കും. അതൊക്കെ ഇന്ന് ലോകം അറിയപ്പെടുന്ന ദൈവാസന്മാരാണ് ചെയ്യുന്നത്. അത് കണ്ട് ചെറിയ ദൈവാസന്മാർ അതും അനുകരിക്കാൻ തുടങ്ങി. എൻ്റെ പൊതു ദാസിദാസന്മാർ ഇതെല്ലാം പൈശാചികമാണ് കാര്യം മറന്നു പോകരുത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഇന്ന് അനോയിൻറ്റിങ് ഓയിൽ എന്ന് പറഞ്ഞ സാധനം തന്നെ ഇപ്പോൾ ഈ കടയിൽ കിട്ടും. നമുക്ക് ഈ OM ബുക്സിലും എന്താ പറയുക CLS അത് പറഞ്ഞ് അവിടെ എല്ലായിടത്തും ഈ സാധനങ്ങൾ കിട്ടും. ഇതെല്ലാം വേറെ സാധനങ്ങളാണ്. ഇതൊക്കെ രൂപം മാറി ഭാവം മാറി വന്നിരിക്കുക നമ്മളെ തകർക്കാൻ വേണ്ടി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. പണ്ട് അമ്പലത്തിൽ മാത്രമേ ക്ഷേത്രങ്ങളിലെ കൽവിളക്കും അല്ലേ കൊടിമരമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ആ കൊടിമരവും കൽവിളക്കും എല്ലാം ക്രിസ്തീയ പള്ളികളിലൊക്കെയായി. സത്യം പറഞ്ഞാൽ ഒരേ ആത്മാവാണ് എല്ലായിടത്തും ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായിക്കാണെന്ന് വിചാരിക്കുന്നു. ഇത് വിട്ടുപോകുന്നു. പണ്ടൊക്കെ ഈ പെൺകുട്ടികൾ മെച്ചൂറാകും, ഈ പ്രായപൂർത്തിയാകുമെന്ന് പറയും. നമുക്കറിയാമല്ലേ പ്രായപൂർത്തിയാകുക. പണ്ടൊക്കെ 17 വയസ്സ് 18 വയസ്സാണ് പെൺകുട്ടികൾ പ്രായപൂർത്തിയാകുന്നത്. ഇന്ന് 8-9 വയസ്സിൽ പെൺകുട്ടിയെ പ്രായപൂർത്തിയാകുന്നത് എന്താണെന്ന് നീ ചോദിച്ചേക്കരുത്. അതൊക്കെ പച്ചനെ പറയാൻ പറ്റത്തില്ല. എന്തുമാകട്ടെ, ഞാൻ വിട്ടുപോകുന്നു അല്ലേ. ഇതൊക്കെ ജാതി ലോകത്തിൽ ആചാരങ്ങളാണ്. ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ 9 ആഴ്ചയൊക്കെ പറഞ്ഞതാ. സഭക്കകത്ത് പെൺകുട്ടികൾ മെച്ചുറായ പ്രായപൂർത്തിയായാൽ ഇന്ന് പാസ്റ്റർമാരെ വിളിച്ച് പൂജ സത്യം പറഞ്ഞ പൂജ തന്നെയാണ് അതൊക്കെ അല്ലേ പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഈ പഴയ ആചാരങ്ങൾ സഭക്കകത്ത് കടന്നുകൂടിയിരിക്കുക. ഹല്ലേലൂയ. വിട്ടുപോകുന്നു. യേശു പറഞ്ഞു വിട്ടുപോകുക. ഇന്ന് അനേക വലിയ കൺവെൻഷനുകളൊക്കെ ജാതീയ നേതാക്കന്മാർ, രാഷ്ട്രീയക്കാർ അല്ലേ, സിനിമാ നടന്മാർ, പിന്നെ അതൊക്കെ അല്ലേ രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ വിളിച്ച് സ്റ്റേജിലിരുത്തി പ്രസംഗിപ്പിക്കുന്ന ഒരു പുതിയൊരു രീതി ഇന്ന് ഈ ആത്മീയകോളത്തിലുണ്ട്. ഇന്നിപ്പം കണ്ടുവരും ലോകത്തിൽ. അതേത് ഗ്രൂപ്പാവട്ടെ ഇഷ്ടം നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഓർക്കണം, കർത്താവ് ഒന്ന് മയപ്പെടുത്തിയിരുന്നെങ്കിൽ കർത്താവിന് ആ ക്രൂശ് മരണമൊന്നും വഹിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കർത്താവ് ഭൂമിയിലേക്ക് വന്നിട്ട് കയ്യഫാവിനെയും ഹന്നയെയും പീലാത്തോസിനെയൊക്കെ ഒന്ന് ചെറുതായിട്ടും സോപ്പിട്ടാൽ മതി.
മനസ്സിലാവുന്നുണ്ടോ? അവരെ വിളിച്ച് സ്റ്റേജിൽ കയറി നിർത്തിയിട്ട് കർത്താവ് പ്രസംഗിച്ചിരുന്നെങ്കിൽ കർത്താവിന് തല്ലൊന്നും കിട്ടത്തില്ല, എല്ലാവരും രക്ഷിക്കപ്പെട്ടേനെ. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് കുറുക്കെന്നൊക്കെ വിളിച്ച അവരൊക്കെ അല്ലേ, ഹെരോദിനെ കുറുക്കാന്നാ വിളിച്ചിരിക്കുന്നത്, വെള്ളയച്ച ശവക്കല്ലറ എന്നാ വിളിച്ചിരിക്കുന്നത്. ഒരു കോംപ്രമൈസും ഇല്ല. ഇത് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെന്താ പറയുക, പ്രസംഗിക്കുന്ന പീഠം എന്തുമാകട്ടെ, അല്ലെങ്കിൽ ഒറ്റവാക്കി പറഞ്ഞു മാത്രമേ ഉള്ളൂ, ഇതെല്ലാം വിശുദ്ധന്മാർക്കും അഭിഷക്തന്മാർക്കും ഉള്ളതാണ്. ഞങ്ങളൊക്കെ അനുഭവത്തിൽ ഒരുപാട് കൺവെൻഷനിലേക്ക് ഇതുപോലെ വരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് പുറകിൽ നിന്നാൽ മതി, പുറകിൽ നിന്ന് കേട്ടാൽ മതി, മുമ്പിൽ ആരെ കേട്ട. ഞാൻ എത്രയും തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? എന്നെയൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. കോംപ്രമൈസ് ഒന്നുമില്ല അന്ന് മുതൽ ഇന്ന് വരെ. എന്തുമാകട്ടെ, ഇതൊക്കെ ജാതീയ സമ്പ്രദായങ്ങൾ വന്ന എല്ലാവരും ചേർന്ന് പോകുക. ഇന്ന് പുതിയ പരിപാടിയുണ്ട്, എല്ലാ മതങ്ങളോട് ചേർന്നുകൊണ്ട് പോകുന്ന പരിപാടി. ഇപ്പോൾ പുതിയ ബൈബിൾ ഇറങ്ങിയിട്ടുണ്ട്, POCയുടെ പുതിയ ബൈബിൾ ഇറങ്ങുന്നു. രാധയും കൃഷ്ണനും പകരം ഇവിടെ എന്താ? നിങ്ങൾ കേട്ടിട്ടില്ലല്ലേ? അത് വരാൻ പോകുക, വന്നുകൊണ്ടിരിക്കുക. അതൊക്കെ രാധയും കൃഷ്ണനും പകരം ഇവിടെ മറിയേ കുണ്ണിയേശു എല്ലാം ഒന്നാണെന്നാണ് പറയുന്നത്. എന്തുമാകട്ടെ, അതുകൊണ്ട് അച്ഛന്മാർ ശബരിമലയിൽ പോകുന്നു, അവിടെയുള്ളവർ ഇവിടെ പോകുന്നു, എല്ലാം ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ. ഓക്കെ, എന്തുമാകട്ടെ, ഇതൊക്കെ ജാതീയ സമ്പ്രദായം വന്ന് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന പരിപാടിയാണ്. ഹല്ലേലൂയ. ഇത് നടക്കത്തില്ല ആത്മീയഗോളത്തിൽ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവിനെ വഹിക്കുന്ന നമുക്ക് എങ്ങനെ മറ്റുള്ള കൂടെ നിൽക്കാൻ പറ്റും, സ്നേഹിക്കാൻ പറ്റും, അവരോട് സുവിശേഷം പറയും, അവർക്ക് വേണ്ടി ജീവനെ കൊടുക്കാൻ വേണമെങ്കിൽ. പക്ഷേ കൂട്ടായ്മ കൂടുവാൻ നമുക്ക് അനുവാദമില്ല. ഹല്ലേലൂയ. എന്തുമാകട്ടെ, ഞാൻ വിട്ടുപോകുന്നു. ഇന്ന് അനേക വിശ്വാസികളുടെ കയ്യിൽ പോലും ഈ കല്ലുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ജാതിയിൽ വന്നതാ. ജാനുവരി, ഫെബ്രുവരി, മാർച്ച് എല്ലാ 12 മാസങ്ങൾ അനുഗ്രഹത്തിന് വേണ്ടി വെച്ച കല്ലുകളാണ്. ഇത് പെന്തക്കോസ്തുകാരുടെ കയ്യിലും ഉണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ സാക്ഷ്യം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, 5-6 തലമുറ അപ്പുറമുള്ള പെന്തക്കോസ്തുകാരൻ അവസാനം മാതാ അമലാന്തമ്മയുടെ കൂടെ അനുഗ്രഹം കിട്ടിക്കോട്ടെ, അനുഗ്രഹം കിട്ടിയ നഷ്ടമൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞ് പോയപ്പോൾ തലമുറ ഭ്രാന്ത് പിടിച്ച് തലമുറകളൊക്കെ നശിച്ചു പോയ ഒരു സാക്ഷി നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞതാണ്. മറന്നു പോകരുത്. നമ്മുടെ തലമുറ നശിക്കാതിരിപ്പാൻ നമുക്കൊരു വിശുദ്ധ ജീവിതത്തിന് ഒരുങ്ങാം. നമുക്ക് വിശുദ്ധ കർത്താവ് നമ്മെ വിളിച്ചത് വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ്. ദൈവത്തിന് ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ഹല്ലേലൂയ. വേർപെട്ട ജാതി എന്ന് പറയുന്നത് വേർപെട്ടത് തന്നെയാണ്. നമ്മൾ കൂട്ടിച്ചേർക്കാൻ നോക്കുന്നുണ്ട് നമ്മൾ. ഹല്ലേലൂയ. എന്തുമാകട്ടെ, ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ വിട്ട് പോകുകയാണ്. ഇത് നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടിൻ്റെ അയൽവക്കം ഇപ്പം നമ്മുടെ ഇടയിൽ തന്നെ കണ്ടുവന്ന ചില കാര്യങ്ങളാണ്. നമ്മുടെ അയൽവക്കത്തൊക്കെ ജാതീയ മക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോയാൽ, അടുത്ത വീട്ടിലൊരു ജാതീയ മനുഷ്യനൊരു മരിച്ചു പോയാൽ നമ്മൾ പറയും, അയ്യോ അയൽവക്കക്കാരനല്ലേ, നമുക്ക് സൺഡേയാണ് നമ്മൾ ചർച്ചിൽ പോകണ്ട, അവരുടെ കൂടെ ഇരുന്നാൽ അവർ നമ്മുടെ സ്നേഹം കണ്ടിട്ട് അല്ലേ നാളെ അവർ വന്നാലോ എന്നുള്ള കപട ചിന്തയൊക്കെ പിശാച് നമ്മുടെ അകത്തേക്ക് ഇടും. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? സൺഡേ ഞായറാഴ്ച ദൈവത്തെ ആരാധിക്കാൻ വരേണ്ട സമയമാണ്. തൊട്ട അയൽവക്കത്ത് ജാതിയെ ഏതെങ്കിലും പേരിട്ട് ജാതിയ മനുഷ്യൻ മരിച്ചുപോയി. അപ്പോൾ നമ്മുടെ ചിന്ത എന്നറിയാമോ, അവനെ നേടുവാൻ വേണ്ടി രാവിലെ മുതൽ അവിടെ പോയിരിക്കും. നമ്മൾ ഞായറാഴ്ചയാണ് കർത്താവിനെ ആരാധിക്കുന്ന ദിവസമാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ ശരീരം പൂർണ്ണമാകത്തുള്ളൂ, അല്ലേ? ഒരവയവം മാറി നിൽക്കാൻ പാടില്ല എന്നറിഞ്ഞിട്ട് പോലും നമ്മൾ അവിടെ പോയിരിക്കും. നിങ്ങൾക്കറിയാമോ, ശബരിമലയിൽ പണ്ടൊക്കെ ഞാൻ അറിയുന്നോണ്ട് പറയുന്നത്, ശബരിമലയിൽ മാലയിട്ട ഒരുവൻ അവൻ ഏതെങ്കിലും അവൻ്റെ കുഞ്ഞമ്മ വല്യമ്മ ആര് മരിച്ചാലും അവനവിടെ പോകത്തില്ല, അവൻ പോകില്ല. അവനെ തീഷ്ണത അത്രയ്ക്കുണ്ട്. എത്രക്ക് പറഞ്ഞ മനസ്സാവുന്നുണ്ട്. പക്ഷേ നമ്മളെന്തേ കോംപ്രമൈസ് ചെയ്യുന്നത്? നമ്മളെ കാപട്യോട് നമ്മളിങ്ങനെ കാണിച്ചാൽ അവരിങ്ങോട്ട് വരുമെന്ന്. അതുകൊണ്ടല്ല നമ്മൾ പറയുന്നത് ഈ ലോകത്തിലേക്ക് പോയിട്ട് നമുക്ക് ഞാൻ ഞങ്ങൾക്കറിയാം ഒരാൾക്ക് വേണ്ടി സാക്ഷി നിൽക്കണം, അല്ലേ? സാക്ഷി നിൽക്കണം. വാചരോട് സാക്ഷിക്കാൻ പറഞ്ഞു, വാചര നിൽക്കൂലെന്ന് പറഞ്ഞ് ഒരു വിശ്വാസി, ഇത്തിരി പ്രായമുള്ളൊരു വിശ്വാസി ലേഡിയ ജാതീയ ഒരു പുരുഷനെ കല്യാണം കഴിക്കുക. കർത്താവ് പറഞ്ഞു, കല്യാണം കഴിച്ചാൽ അത് വിശ്വാസി വരുമെന്ന്. ബാച്ചോട് പോയി എന്താ പറയുക, ഒപ്പിടാൻ എന്താ പറയില്ല, സാക്ഷി നിൽക്കുവാണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ എന്തൊക്കെ ഭോഷത്വമാണെന്നറിയാമോ? നമ്മുടെ മനസ്സിൻ്റെ സ്വപ്നങ്ങൾ അതെല്ലാം, അതൊക്കെ പേക്കിനാവെന്ന് പറയും നമ്മളതിന്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്ന പേക്കിനാവുകളുടെ പുറകെ പോയിട്ട് ജീവൻ നഷ്ടമാക്കരുത്. ഇണയില്ല പിണ കൂടാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെ അർത്ഥം. മാമോനെയും ദൈവത്തെ സേവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്നാണ് അർത്ഥം. അവിടെ കൂട്ടിച്ചേർക്കുന്ന പരിപാടി ക്രിസ്തുവിനില്ല. രണ്ടപ്പൻ്റെ സ്വഭാവം നമുക്ക് കാണിക്കാൻ പറ്റില്ലത്. പറഞ്ഞവൻ ഉവ്വ് അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെയാണ് അവൻ്റെ വാക്കുകൾക്ക്. അതുകൊണ്ട് മറന്നു പോകരുത്. വിവാഹ ചടങ്ങുകൾ ഇറങ്ങുമ്പോൾ രാഹുൽ നോക്കുന്ന പരിപാടി ഇന്നുമുണ്ട്. പാസ്റ്റർമാർ കല്യാണത്തേക്ക് ഇറങ്ങുമ്പോൾ, കല്യാണത്തിന് ചെക്കനും പെണ്ണൊക്കെ ഇറങ്ങുമ്പോൾ പാസ്റ്റർമാർ ഇറങ്ങാമെന്ന് പറഞ്ഞാലും പറയും, ഇച്ചിരി കഴിയിട്ട് ചെക്കൻ ഇത് ബാത്റൂമിൽ പോയിരിക്കാന്നൊക്കെ പറയും. 9 മണി കഴിയാതെ ഇറങ്ങത്തില്ല. ഇതൊക്കെ ഞാൻ ഒരുപാട് കണ്ടതുകൊണ്ടാണ് പറയുന്നത്. 9 മണി കഴിയാതെ ഇറങ്ങത്തില്ല.
പിന്നെ വയറ് പേര് അവനെന്തോ അസുഖം ഉണ്ടോ പറയും. ചുമ്മാ അപ്പം കൂട്ടു നിൽക്കും മോന് അതിനേക്കാളും വലിയ ഉസ്താദാ. എന്തുമാകട്ടെ, ഇതുപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെ ജീവിതത്തിൽ ചെയ്തു പോകുന്നുണ്ട്. ഇവിടെ ആരും ചെയ്യത്തില്ല, ഇവിടുത്തെ കാര്യവുമല്ല, ഒട്ടനവധി ഇന്ത്യയുടെ പല ഭാഗത്തും എനിക്കറിയാം. മറന്നു പോകരുത്. ഇപ്പം കല്യാണം വരിക, നമ്മുടെ മക്കൾക്ക് കല്യാണം വന്നാൽ നമ്മൾ ഇവിടുത്തെ വായിക്കുമ്പോൾ നമ്മൾ വേറെ കാര്യം പറയും. അതെന്നറിയാമോ? ഞങ്ങൾ ഹിന്ദു മതത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതൊക്കെ പറയും. ഹിന്ദു മതത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അപ്പോൾ ഈ ചൊവ്വ പോയിട്ടില്ല, ഇപ്പോഴും വായിന്ന് ചൊവ്വ ഇപ്പോഴും പോയിട്ടില്ല. ഞങ്ങൾ ക്രിസ്തീയ യാക്കോബൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ പേരൊക്കെ ഉണ്ടല്ലോ, ഈ ഇന്ന വഴി രക്ഷിക്കപ്പെട്ടതാ. അതിനർത്ഥം അതേ ജാതി ഞങ്ങൾക്ക് മതിയെന്നായി പറഞ്ഞു വരുന്നത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ എല്ലാവരും? അതേ ജാതി നിന്ന് മതിയെന്ന് പറയുക, ഇൻഡയറക്റ്റ് ആയിട്ട് പറയുക. എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്? ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ ഈ ജീവിതത്തിലൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോകുന്നുണ്ട്. നമ്മൾ ചൊവ്വ നാവിൽ നിന്ന് പോയിട്ടില്ലേ? ലോകമാണ്, ലോകം. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇന്നും നാവിൽ നിന്ന് പോയിട്ടില്ല. പണ്ട് കുട്ടിക്ക് പേരിടുമ്പോഴൊക്കെ ഇന്നും വേറെ രൂപത്തിലൊക്കെയാണല്ലോ പേരിട്ട് വിളിക്കുന്നത് അല്ലേ? പേര് അല്ലേ പത്രോസെന്നും യാക്കോബെന്നൊക്കെ ആയിരിക്കും. പക്ഷേ വിളി മുഴുവനും പഴയ വിളി തന്നെ. 28 കെട്ടുന്ന വിളിയൊക്കെ പലപ്പോഴും ചെയ്തു വരുന്നത് ഇന്ന് പകട്ട് വിട്ടുപോകുന്നു. ജാതീയ ഉത്സവങ്ങൾ ആചരിക്കുന്ന പരിപാടി ഇന്നുമുണ്ട് കേട്ടോ. ഞാൻ ഉള്ള കാര്യം പറയാം. ആഗസ്റ്റ് എന്നാണ് ക്രിസ്മസ്? 25-ാം തീയതി. ആഗസ്റ്റ് അല്ലല്ലോ, ഡിസംബർ 25-ാം തീയതി സൺഡേ ആണെങ്കിൽ പോലും നമ്മൾ സൺഡേ ഇവിടെ കഴിഞ്ഞാൽ എത്രയും വേഗം മുകളിൽ കഞ്ഞി കുടിക്കാൻ നിൽക്കാതെ വീട്ടിലേക്ക് ഓടാറുണ്ട്. കാരണം അറിയാമോ? വീട്ടിൽ ബീഫ് ഒലത്തിയതും പന്നി പോർക്ക് വരട്ടിയതും അല്ലെ, എന്തൊക്കെ പറഞ്ഞാലും നാവ് ഇന്ന് ആ പഴയ പ്രമാണം പോയിട്ടില്ല. എന്നോട് ദേഷ്യം കൊണ്ട് തുടങ്ങി അല്ലേ? ചെറുതായിട്ട് ചെറിയ അല്ലേ? ഈ ചെറിയ നമ്മൾ പോയിട്ടില്ലെന്നൊക്കെ ഇന്നും അറിഞ്ഞോ അറിയാതെയോ. എനിക്കറിയാം, വിശ്വാസ സമൂഹത്തിൽ വന്നിട്ട് പോലും ഈ എന്താ പറയുക, കൈനീട്ടം കൊടുക്കാന്ന് പറയില്ല, വിഷു കൈനീട്ടം ഇന്നും കൊടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഇന്നും എനിക്കറിയാം. അമ്പലങ്ങൾക്ക് ഉത്സവം വരുമ്പോൾ അവരുടെ ചെറിയ ഷെയർ പണ്ട് മുതൽ കൊടുത്തു വരികയാണ്. നമ്മളായിട്ട് എന്തിനാ അവരെ വെറുപ്പിക്കുന്നത്? മനസ്സിലായോ? നമ്മളായിട്ട് എന്തിനാ അവരെ വെറുപ്പിക്കുന്നത്? കൂടാ പേരും നാളൊന്നും വേണ്ട. ഞങ്ങളിപ്പോൾ പെന്തക്കോസുകാരാണല്ലോ, പേരും നാളൊന്നുമില്ലല്ലോ. പക്ഷേ ഇവിടുന്ന് പോയിട്ടില്ലെന്നേ. നാവിൽ തുമ്പിൽ കിടക്കുക ഇതെല്ലാം. ആ നാവിൽ രുചി കിടക്കുകയാണ്. ഇന്നും ചെയ്യുന്ന ആൾക്കാരെ എനിക്കറിയാം. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യം ഒരുപാടുണ്ട്. ഈ ഞങ്ങളുടെയൊക്കെ പണ്ടൊക്കെ ഞാനും പോയി എടുത്തതാ, സെഫി എന്ന് പറഞ്ഞ ഡയാസിസിൻ്റെ കൂടെ ഞാനും പോയി എടുത്തതാ. ഞങ്ങൾക്ക് പേരിൻ്റെ മുമ്പിൽ റവേ REV റവറൻ്റ് എന്നൊക്കെ പറഞ്ഞ് കിട്ടി. ഞങ്ങൾക്ക് റവേ മാട്ടയും മൈദയൊക്കെ കിട്ടി. ഇന്നും ഇഷ്ടം പോലെ പേരും പെരുമയും ഉണ്ടാക്കാൻ വേണ്ടി, ദേഷ്യമൊന്നും എല്ലാവർക്കും അല്ലേ, ഇന്ന് ഈ പാസ്റ്റർമാരുടെ പേരിന് മുമ്പിൽ റവറൻറ്റും ഒക്കെ ഉണ്ട്. പേരിൻ്റെ വാലിൻ്റെ പറയും BTH MTH ഡോക്ടറേറ്റ് ഒക്കെ ഒരുപാടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ലൂക്കോസ് 16:16 പറയുന്നത്. എന്താ പറയുന്നത്? മനുഷ്യൻ്റെ മുമ്പിൽ മാനമായത് ദൈവത്തിൻ്റെ മുമ്പിൽ അറപ്പ് മലം കാണുന്നത് പോലെയാ ദൈവത്തിന്. നമ്മളത് പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുക. കണ്ടോന്ന് പറഞ്ഞിട്ട് പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഓർക്കണം, ഇതൊക്കെ പഴയ ലോകത്തിൻ്റെ സമ്പ്രദായങ്ങളാ. ഗ്രഹിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ദേഷ്യമൊന്നുമില്ലല്ലോ. ലോക സമ്പ്രദായം അറിയുന്നില്ല നമ്മൾ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ട്, നമ്മൾ അറിയാതെ പലതും വന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതൊക്കെ നാളെ കടന്നു വരുമ്പോൾ ഓർക്കാൻ വേണ്ടിയാ, അതനുസരിക്കാതിരിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ഇവിടെ കുറവാ. തമിഴ്നാട്ടിലൊക്കെ രാവിലെ പറയൻ ചക്ലിയൻസ് ഒക്കെ പറഞ്ഞ താഴെ ജാതിക്കാരുടെ സഭ രാവിലെയാണ്. 9 മണി കഴിഞ്ഞാൽ നാടാരും എന്താ പറയുക ഒരുപാട് ആൾക്കാരുടെയൊക്കെ ഇതുണ്ട്. അതിവിടെ നമുക്ക് കേരളത്തിൽ കുറവാണ്. മനസ്സിലാവുന്നുണ്ടോ? അതൊക്കെ ഒരുപാട് ഞാൻ കണ്ടുവന്നുകൊണ്ടാണ്. ഓക്കെ, എന്തുമാകട്ടെ, പിന്നെ സഭക്കകത്ത് സ്ത്രീകൾ തലയിൽ തുണിയിടുക നല്ല വലിയ കാര്യമാണ്. അതിനെക്കുറിച്ച് ആഴമായ ക്ലാസ് വരും. അന്ന് എന്നോട് ദേഷ്യം തോന്നിക്കരുത്. കലി വിളിച്ചറിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞേക്കണം. എനിക്ക് കോട്ടക്കിട്ട് വരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ എന്താണോ അതേ പറയാൻ പറ്റത്തുള്ളൂ. ഇന്ന് ആണും പെണ്ണും വേർതിരിക്കാൻ കഴിയുന്നില്ല. എല്ലാം ഒരേപോലെ ഇരിക്കുന്നു. റോട്ടിലേക്ക് ഇറങ്ങിയ പെണ്ണേതാ ആണേ നമുക്കറിയാൻ പാടില്ല. ഇവിടെ നിന്ന് വീഡിയോ വിളിച്ചിരിക്കുമ്പോൾ നമുക്ക് അവിടെ ചെന്ന് നോക്കുമ്പോൾ പെണ്ണാണ്, ജാതി പെണ്ണാ. പക്ഷേ ആണുങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഈ മൂലം കിടക്കുന്ന കാര്യമാണ്. ഞാനും രാജീവും ജോസിയൊക്കെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ വെളുപ്പാങ്കാലത്ത് മുതൽ ഇത് തന്നെയാണ്. കുട്ടിക്കളസൊക്കെ ഇട്ടത് അല്ലേ? എന്തുമാക്കട്ടെ, ഞാൻ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. എന്തുകൊണ്ടെന്നറിയാമോ? ഇത് പുരുഷന് വേണ്ടിയാണ് സ്ത്രീയെ സൃഷ്ടിച്ചത്. പക്ഷേ ഒരുപാട് ഈ എന്താ പറയുക ഫെമിനിസം അങ്ങനത്തെ പല കാര്യങ്ങൾ കടന്നു വന്ന് ലോകം അതിന് എന്താ പറയുക ഒരേപോലെ കണ്ടതുകൊണ്ടാണ് വേദപുസ്തകം എന്താണ് നമ്മൾ അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അതിനെക്കുറിച്ച് ക്ലാസ്സുകൾ ഓരോ ദിവസത്തിൽ നമുക്ക് വരും. അന്ന് അല്ലേ എന്തെങ്കിലും അവിടെ കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ പല കാര്യങ്ങളും ഒരുപാട് പറയാനുണ്ട്. ഇതൊക്കെ ഫാഷന്മാർ, വിവാഹവും വിവാഹമോചനവും പുനർവിവാഹങ്ങളൊക്കെ ഫാഷനായി മാറിപ്പോയി. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞിട്ട് തോന്നുന്നു, എൻ്റെയൊക്കെ ലോകം അറിയപ്പെടുന്ന ദൈവാസന്മാരാ നമ്മുടെ മരിച്ചുപോയ ഫേസ് സിറ്റിയുടെ പാസ്റ്റർ PR പാസ്റ്റർ ഫ്രണ്ട്.
ഒരുമിച്ച് പ്രവർത്തിച്ച്, അവരൊക്കെ ഒരേ പായിൽ കിടന്ന ഒരേ പ്രായക്കാർ ഒരുമിച്ച്. അദ്ദേഹമൊക്കെ അറിയപ്പെടുന്ന ആൾക്കാർ. കേരളത്തിൽ ബിസിനസ് 4ാം സ്ഥാനക്കാരൻ. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞു. അടുത്ത ഓഗസ്റ്റിൽ അതേ ഡേറ്റിൽ വിവാഹമോചനം കഴിഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, കുട്ടി വന്നപ്പോൾ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഫ്രീ ആയിട്ട് ഒരു കുഞ്ഞുമായിട്ടാണ് വന്നത്. അവൻ കണ്ടുപിടിച്ചു. പക്ഷേ അന്ന് 10,000 സഭയുള്ള ആ നേതാവ് വിളിച്ചു പറഞ്ഞ കാര്യമുണ്ട്. ഒരു വസ്തി പോട്ടെ, ഒരു എസ്തേർ വരുമെന്ന് ഒരു കള്ളപ്രവചനം കൊടുത്തു. അവരുടെ ഹൃദയത്തിലേക്ക് അത് കയറി. ഞാൻ പറയാർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഒരു വസ്തി പോയാൽ എസ്തേർ വരും. എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്. അത്രയും ഇൻറ്റിമേറ്റ് ഞങ്ങൾ അവരൊക്കെ. പക്ഷേ ഒരിക്കലും നമുക്ക് കൂട്ടു നിൽക്കാൻ പറ്റത്തില്ല. കള്ളപ്രവചനങ്ങളുടെ പുറകെ അവർ പോയി. ഹല്ലേലൂയ. വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നത്? അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് അനുസരിക്കാൻ വേണ്ടിയാണ് ഈ പുസ്തകം എഴുതി വെച്ചിരിക്കുന്നത്. നമ്മൾ ഉപദേശിക്കാൻ വേണ്ടി, അനുസരിക്കാൻ വേണ്ടി ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത്. ഞാൻ വിട്ടുപോകും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്തുമാകട്ടെ, ഇത്രയും പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ വേറെ എന്തെങ്കിലും ഒന്നുകൂടെ എടുത്തേക്കാം. ഡെലിവറൻസ് ഉള്ള ബന്ധത്തിൽ അത്രയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. എല്ലാം കൂടി തീർത്ത് നമുക്കിന്ന് ഈ അടുത്ത ആഴ്ചക്കുള്ളിൽ തീരാൻ ആഗ്രഹിച്ചാലും തീരത്തുമില്ല. അല്ല, ഞാൻ പറഞ്ഞത് ഗ്രഹിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ ലോകവും വരുവാനുള്ള ലോകവും തമ്മിൽ വ്യത്യാസം, ഡിഫറൻസ്. ഈ ലോകവും വരുവാനുള്ള ലോകങ്ങളും. നമ്മൾ ഈ സംസാരിച്ചത് മുഴുവനും, ഇവിടെ പറയുന്നത് മുഴുവനും നമ്മൾ മാനസാന്തരപ്പെടാനുണ്ടെങ്കിൽ മാനസാന്തരപ്പെടാൻ വേണ്ടിയാണ്. തെറ്റുകളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും, അല്ലേ? പാപം ചെയ്യില്ല എന്ന് പറഞ്ഞവൻ ആരാ? പറ, നിങ്ങൾ കള്ളനാണോ? പാവമില്ല എന്ന് പറഞ്ഞവൻ അല്ലേ? നമ്മളെ കൊണ്ട് എൻ്റെ പേര് ഞാൻ പാവമില്ല, രക്ഷിക്കപ്പെട്ടാന്ന് മുതൽ ഞാൻ ഡീസൻ്റാണ്, വലിയ പുള്ളിയാണെന്നൊക്കെ പറഞ്ഞിരിക്കുക. അയ്യോ, തെറ്റാ നമുക്ക്, അല്ലേ? അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞവൻ കള്ളാൻ നോക്കിയാൽ മതി. അങ്ങനെ അല്ലേ? നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയോ അത് ഒട്ടനവധി സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ സഹോദരങ്ങളെ? സമ്മതിക്കുക. പഴയ നിമിത്തി പറഞ്ഞ പോലെ സമ്മതിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. കർത്താവ് വിടുവിക്കുവാനും നമ്മളെ സൗഖ്യമാക്കുവാനും പണിയുവാനും നമ്മളെ ആ നിത്യത്തിൽ ചേർക്കുവാൻ അവൻ വിശ്വസ്തനായ ദൈവമാണ്. അവനെപ്പോലെ വേറൊരു ദൈവമില്ല. അതുപോലെ പണ്ട് ഞങ്ങളൊക്കെ അല്ലെങ്കിൽ ന്യായപ്രമാണം എടുത്ത് പഠിച്ചാൽ ചെയ്തില്ലെങ്കിൽ ശിക്ഷയാണ് അവിടെ. അത് ഏത് മതങ്ങളാണ്? ചെയ്തില്ലെങ്കിൽ ശിക്ഷയാ. ഇത് അതല്ലെന്നേ, ഇത് കൃപയാ, മുഴുവനും കൃപ. നമുക്ക് പലപ്പോഴും പാപത്തെ ജയിക്കാൻ കഴിയില്ലെങ്കിലും, ഇത് ഞാൻ പിന്നീട് ആ ക്ലാസ് വരുന്നുണ്ട്. നമുക്ക് ഒരൊറ്റ കാര്യമുള്ളൂ, നമ്മളെ കൊണ്ട് ഇതൊന്നും കൂട്ടിയാൽ കൂടത്തൊന്നുമില്ല. ഒരു വചനം പോലും അനുസരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല. പഴയ നിയമത്തിലെ 10 കൽപ്പനകളും 713 ഉപകൽപ്പനകളും കഴിയത്തില്ല. ഇന്ന് പുതിയ നിയമത്തിൽ 1500 കൽപ്പനകളാണ്. അതിലൊന്നുപോലും നമുക്ക് പ്രമാണിക്കാൻ കഴിയത്തില്ല. പക്ഷെ അതിലേക്ക് ജയിച്ചവനും കഴിയുമാറായവനും ആക്കിയവനും നമ്മുടെ അകത്തുണ്ട്. ഹല്ലേലൂയ. അതാ നമ്മുടെ വിശ്വാസം, അതാ കൃപ എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും പാപത്തിൽ പെട്ടുകിടക്കുന്നുണ്ടോ? ഒട്ടനവധി കൗൺസിലിംഗ് ആൾക്കാർ എന്നെ പല ഭാഗത്തും വിളിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. പലർക്ക് വ്യത്യസ്തമായ കൺമോഹത്തിൽ ജയിക്കാൻ കഴിയാതെ, ചിലർ സ്വയം ഭോഗത്തിൽ കിടക്കുന്നു. പാസ്റ്ററെ, എങ്ങനെയെങ്കിലും ഡെലിവറൻസ് വേണം, വർഷങ്ങളായി കഴിയുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ വേറെ മാർഗമില്ല. അതുകൊണ്ടാണ് പൗലോസൊക്കെ പറയുന്നത്, ഇതിനകത്ത് ഒരു നന്മയുമില്ല. തേജോമയനായ പരിശുദ്ധനായ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ഈ കാണുന്ന മിഷനകത്ത് ഒന്നും നമുക്കില്ലെന്നാ പറയുന്നത്. അതുകൊണ്ട് എന്നെ കഴിയുമെന്ന് വിചാരിച്ചുകൊണ്ട് പോയാൽ ഈ ജന്മത്ത് കഴിയത്തുമില്ല. ഒന്ന് കഴിഞ്ഞാൽ താഴെ വീഴും, വീണ്ടും പൊങ്ങി വരും, വീണ്ടും താഴെ വീഴും. ഒറ്റ കാര്യമുള്ളൂ, എന്നെ കൊണ്ടൊന്നും കഴിയില്ലെന്ന് സമ്മതിക്കുക മാത്രം മതി. അവിടെ മുതൽ ആ ദൈവകൃപ നമ്മുടെ മേലെ കൊഴുക്കിയിട്ട് നമ്മളെ കഴിയുമാറാക്കുന്നത്. ഇല്ലെങ്കിൽ 50 വർഷമാകട്ടെ, 30 40 വർഷമാകട്ടെ, നമുക്കൊരിക്കലും ക്രിസ്തുവിനെ അനുഭവിച്ചറിയാൻ കഴിയത്തില്ല. കാരണം കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നീ ആദ്യം ഒന്നറിയണം, നിന്നെക്കൊണ്ടൊന്നും കഴിയില്ല എന്ന് നമ്മൾ ആദ്യം പഠിപ്പിക്കുക ചെയ്യുന്നത്. എന്നെക്കൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ പിൻപറ്റുവാനോ അനുഗമിക്കുവാനോ ഒന്നും നമ്മളെ കൊണ്ട് കഴിയത്തില്ല. പക്ഷേ ഒരു വാക്ക് പറയണം, എന്നെക്കൊണ്ടാവില്ല കർത്താവേ എന്ന്. ഇത് മുഴുവനും ഞാൻ പറയുന്നത്, എന്നെക്കൊണ്ടാവില്ല കർത്താവേ, നിന്നാൽ എനിക്ക് സാധ്യമാകും. പിന്നെ പാട്ടുപാടി പറഞ്ഞില്ലേ, ഗോലിയാത്തിനേക്ക് അല്ലേ, എന്താ ഞാനും ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ദൈവം എൻ്റെ ജീവിതത്തിലേക്കൊരു എന്താ പറയുക, സിംഹത്തെ അഴച്ചു, കരടിയെ അഴച്ചു. ഇതൊക്കെ ട്രെയിനിങ് ആയിരുന്നു അവൻ്റേത്. നമ്മുടെ ജീവിതത്തിൽ ചില ട്രെയിനിങ് കർത്താവ് ചിലത് തരുന്നുണ്ട്. ചില കഷ്ടങ്ങൾ, ചില
എന്താ പറയുക, സിംഹത്തെ പോലുള്ള ഭീകരങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കടക്കുന്നത്, കഷ്ടമാകട്ടെ, ദുഃഖമാകട്ടെ, അപകടമാകട്ടെ, ഏതുമാകട്ടെ നമ്മുടെ ജീവിതത്തിൽ തരുന്നത് വൻ കാര്യങ്ങൾ നേടാൻ വേണ്ടിയാണ്. അന്ന് ആ ബാലനായിരിക്കുമ്പോൾ എന്താ പറയുക, ആ പുൽമേടുകളിൽ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ സിംഹത്തെ ദൈവമാണ് അഴച്ചത്. എന്നറിയാമോ? എന്നിട്ട് ദൈവം ശക്തി കൊടുത്തു സിംഹത്തെ വലിച്ചു കീറുവാൻ. എവിടെ നാം ശക്തി കിട്ടുന്നത്? കരടിയെ വലിച്ചു കീറിക്കളഞ്ഞവൻ. അതല്ല മഹത്വം. ഒരു സമുദായത്തെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ജാതിയെ മുഴുവനും രക്ഷിപ്പാൻ, ഒരു ഇസ്രായേലിന്റെ മുമ്പിൽ വെല്ലുവിളിക്കുന്നവനെ തകർക്കുവാൻ ദൈവം ട്രെയിനിങ് കൊടുക്കായിരുന്നു അവനത്. ഗോലിയാത്ത് വന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ആ ഗോലിയാത്തിന് മുമ്പിൽ നിവർന്നു പറഞ്ഞു, എന്നെ അന്ന് വിടുവിച്ച ദൈവം ഇന്നും എൻ്റെ കൂടെയുണ്ട്. അതാണ് പവർ. നമ്മുടെ ജീവിതത്തിൽ പല താഴ്ചകൾ, വീഴ്ചകൾ എല്ലാം സംഭവിച്ചത് അത് നമുക്ക് വേണ്ടിയല്ല, ട്രെയിനിങ്ങിന് വേണ്ടിയാണ് ദൈവം നമുക്ക് തന്നത്. വരും നാളുകളിൽ നമ്മുടെ മുമ്പിൽ അടക്കുന്ന പലതും, നമ്മുടെ മുമ്പിൽ മറ്റുള്ളവരെ തകർക്കുവാൻ, നമ്മുടെ സഭയെ തകർക്കുന്ന കള്ളക്കുറുക്കന്മാരെയൊക്കെ തകർത്തു കളയുവാനൊക്കെ നമുക്ക് ദൈവം ശക്തി നൽകുകയാണെല്ലാം. മനസ്സാവുന്നതോടെ ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ഇതെല്ലാം നമ്മൾ ഒരുക്കുകയാണ് ദൈവം. എല്ലാം ഒരു വീഴ്ചകളും താഴ്ചകളും നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ഒരുപാട് ദൈവഹിതമില്ലാത്ത, വചനപ്രകാരം അല്ലാത്ത കാര്യം ചെയ്തു കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഒന്ന് കർത്താവെ സമ്മതിക്കുന്നു, നീ എന്നെ വീണ്ടും പണിയണമേ. ഒറ്റ വാക്ക് മതി ദൈവം നമ്മെ പണിയാനായിട്ട്. എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക, പാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. ദൈവഹിതമില്ലാത്ത വാക്കുകൾ, എന്താ പറയുക, വചനം അനുസരിക്കാതെ തിന്മകളിലേക്ക് നമുക്ക് വീണ് പോയിരിക്കാം. പക്ഷെ ഒന്നും നമുക്ക് ടെൻഷനില്ല, സമ്മതിക്കുക മാത്രം ചെയ്യാം. ഞാൻ തെറ്റ് ചെയ്തു പോയി, ഒറ്റ വാക്ക് മതി, ദൈവം നമ്മെ പണിതെടുക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. കാരണം ഇതിലേക്ക് ലക്ഷ്യം ആ പറുദീസയാണ്. എന്നെയും നിങ്ങളെയൊക്കെ യേശുവിനെ പോലെ ആക്കി മാറ്റുകയാണ്. അതിനുവേണ്ടിയായി ദൈവം ഇതൊക്കെ നമ്മൾ അഴക്കുന്നത്, ഈ സിംഹത്തെയും കരടിയൊക്കെ അഴക്കുന്നത് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ വേണ്ടിയ പല കാര്യങ്ങളും വിട്ടുപോകുന്നു. അപ്പോൾ രണ്ട് ലോകത്തെക്കുറിച്ച് പറയുകയാണ്. ഒന്നാണെന്നറിയാമോ, ഈ ലോകവും, അതാണ് കഴിഞ്ഞ 10-22 ക്ലാസ്സോളമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ലോകവും വരുവാനുള്ള ലോകവും, അല്ലേ? ഹല്ലേലൂയ. രണ്ട് ലോകങ്ങളെക്കുറിച്ച് വേദോസ് പഠിപ്പിച്ചിരിക്കുക. ഇവിടെ കാണാൻ നമുക്കറിയാം, എഫേസ്യർ 1:21, സ്വർഗത്തിൽ തൻ്റെ വലഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തമീതെ ഇരുത്തുന്നവനും വരാനുള്ള ലോകം അല്ലേ? വരുവാനുള്ള ലോകം. അപ്പോൾ രണ്ട് ലോകമുണ്ട് നമുക്ക്. ഒന്ന് ഇപ്പോൾ നാം കാണുന്ന ലോകം. അതെങ്ങനെയാ ഈ ലോകം? എന്താ? ദൈവം യെശയ്യാ പണ്ട് പഠിച്ചിട്ടുണ്ട്. യെശയ്യാവ് പ്രവാചകനൊക്കെ പറഞ്ഞു, ദൈവം ഭൂമിയെ മനുഷ്യർ കൊടുത്തു. പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് നമ്മൾ ഭൂമിയെ വാഴുവാനുള്ള അധികാരം സാത്താന് കൈമാറി. പഴയ ഓർമ്മയുണ്ടോ? ഇന്ന് ഈ ലോകത്തെ ഭരിക്കുന്നത് ഭൂമിയല്ല, ലോകത്തെ ഭരിക്കുന്നത് സാത്താന്റെ ലോകമാണ്. നമ്മൾ കഴിഞ്ഞ 22 ആഴ്ചകളായി പഠിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? എന്നാൽ വരുവാനുള്ള വേറൊരു ലോകമുണ്ട്. ദൈവരാജ്യം ഇന്നിവിടെയുണ്ട്. ഇന്ന് നമ്മുടെ അകത്തുണ്ട്, നമ്മുടെ ഇടയിലുണ്ട് ദൈവരാജ്യം, അല്ലേ? അത് എൻ്റെ പിന്നത്തെ ആഴ്ച മുതൽ നമ്മൾ ദൈവരാജ്യം എന്ന ക്ലാസ് പഠിക്കുക. 3 നിലകളിൽ, സ്പിരിച്വൽ കിങ്ഡം, ലിറ്ററൽ കിങ്ഡം, എറ്റേണൽ കിങ്ഡം, 3 ലെവലുകളാണ് ദൈവരാജ്യം വർദ്ധിച്ച് പോകുന്നത്. ആത്മീയ ദൈവരാജ്യം, കാണത്തക്കവണ്ണമുള്ള ദൈവരാജ്യം, അല്ലേ? പിന്നെ എങ്ങനെയാ? നിത്യമായ ദൈവരാജ്യം. ഈ വ്യത്യസ്ത ലെവലുകളിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതിനെ പഠിക്കാൻ നമുക്ക് മനോഹരമായ നമുക്ക് അത് ക്ലാസ് കേട്ടാൽ നമ്മുടെ ഹൃദയം പറ്റിയിരിക്കും അവിടെ. ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഒട്ടനവധി സാക്ഷ്യങ്ങൾ കേൾക്കാനിടയാതാണ് ഈ ദൈവരാജ്യത്തിൻ്റെ ക്ലാസ്. കാരണം ഇത് അനേകർക്ക് ഗ്രഹിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഈ മർമ്മം ഗ്രഹിക്കാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നത്. എല്ലാവർക്കും കിട്ടത്തില്ല. ഇത് കേൾക്കണമെങ്കിൽ വരം ലഭിച്ചവർക്ക് മാത്രമേ കേൾക്കുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ലോകങ്ങൾ വ്യത്യാസം. വരുവാനുള്ള ലോകമുണ്ട്, ഇപ്പോൾ ലോകമുണ്ട്. ഈ ലോകം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഈ കാണുന്ന ലോകം അല്ലെങ്കിൽ ഭൂമി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ, ആറ്റം എന്ന് പറയും. ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു തീപ്പൊരി വീണാൽ മതി, കത്തിപ്പോകും. ഈ കോടിക്കണക്കിന് സോളാർ സിസ്റ്റങ്ങളും എന്താ പറയുക, അല്ലേ, മിൽക്കി വേ ഒക്കെ എല്ലാം ഒരു മിൽക്കി വേത്തിന് എത്രയോ കോടിക്കണക്കിന്, എണ്ണിയാൽ കഴിയാത്ത കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങളാണ്. നമുക്ക് സയൻസൊക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാരാണ്, സ്കൂളിൽ പഠിച്ചതാ. കോടിക്കണക്കിന് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആറ്റമാണ്. ന്യൂട്രോൺ, ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മൂലപദാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഒറ്റ തീപ്പൊരി, ഒരു തീപ്പെട്ടി എടുത്തിട്ട് കത്തിച്ചിട്ടാൽ മതി, ഇതെല്ലാം കത്തിപ്പോകും. അതുകൊണ്ടാണ് മൂലപദാർത്ഥങ്ങളെല്ലാം കത്തിയഴിഞ്ഞു പോയിട്ടാണ് ശൂന്യതയിൽ, കേൾക്കണം, ശൂന്യതയിൽ ദൈവം യേശു തൻ്റെ സിംഹാസനം കെട്ടി വൈറ്റ് ത്രോൺ, വെള്ള സിംഹാസനായ സംഭവം നടക്കുന്നത്, അല്ലേ? അപ്പോൾ ഇതെല്ലാം സംഭവിച്ചത്, ഈ കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങളെ പോലും സൃഷ്ടിച്ചു വെച്ചത് നമുക്ക് വേണ്ടിയാണ്. അബ്രഹാമിനോട് കർത്താവ് ഇങ്ങനെ, യഹോവയായ ദൈവം ഇങ്ങനെ പറഞ്ഞു, എണ്ണാമെങ്കിൽ, ഈ ജാഥ വിളിക്കുന്ന പരിപാടിയല്ലേ, എണ്ണാമെങ്കിൽ എണ്ണിക്കൊന്നുള്ള ജാഥയല്ലേ ഇത്, എണ്ണിക്കോളാ പോനെ,
നിന്നെ വിളിച്ച ദൈവം അത്രമാത്രം ശക്തനാണെന്ന് നിനക്ക് കാണാൻ കഴിയും. കണ്ണ് നോക്കിയാൽ മതി. ഇതൊന്നുമല്ല, ഈ കണ്ണിന് മുമ്പിലുള്ളതിനേക്കാൾ കോടി ലക്ഷക്കണക്കിന് മിൽക്കി വേയിൽ സോളാർ സിസ്റ്റങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലുണ്ട്. നമുക്ക് ആ ദൈവത്തെ, നമ്മളെ പിതാവിനെ നമുക്കൊന്നും വർണ്ണിക്കാൻ പറ്റത്തില്ല സഹോദരങ്ങളെ. ഒറ്റ കാര്യം പറഞ്ഞ കർത്താവിതേ ഒന്നുമില്ല അടിയൻ, ദേ വെറും ബിഗ് സീറോ, എന്നെ നീ പണിയണമേ, ജ്ഞാനം കൊണ്ട് തുറക്കണമെന്ന് പറഞ്ഞാൽ മതി, അവൻ നമ്മെ പണിതെടുക്കും. യേശുവിനെ പോലെ ആക്കി മാറ്റി നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇവിടെ വെച്ച് അനുഭവിക്കാൻ തുടങ്ങും. അതാ ക്രിസ്ത്യൻ ജീവിതം. എന്തുമാകട്ടെ, അപ്പോൾ 2 ലോകങ്ങളാണ്. ഗലാത്യലേഖനം 1:3 പറയുന്നു. ഒന്ന് വായിച്ചേ, ഗലാത്യർ 1:3. വരുവാനുള്ള ദുഷ്ടലോകത്ത് നമ്മെ വിടുവിക്കേണ്ടതിന്. ഗലാത്യർ 1:3, 3-4 ആയിരിക്കും. ഇപ്പോഴുള്ള ദുഷ്ടലോകത്തിൽ നമ്മെ വിടുവിച്ചിട്ട് വരാനുള്ള ലോകത്തിലേക്ക് നമ്മെ കയറ്റിവെക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആക്കി വെച്ചിരിക്കുക. ഇന്ന് ആക്കി വെച്ചിരിക്കുന്ന വിശ്വാസത്തല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വിശ്വാസം പ്രത്യാശയിരിക്കുന്നു. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയാൽ വിശ്വാസം പോയി, വിശ്വാസം പോയാൽ രക്ഷയും പോയി. വരും ദിവസങ്ങൾ ഞാൻ എടുക്കും അല്പം രക്ഷയെക്കുറിച്ച് ആഴമായ ക്ലാസ് ഉണ്ട്. പക്ഷേ നമുക്ക് പഠിക്കാൻ സൺഡേ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ സൺഡേയൊക്കെ പലപ്പോഴും ഇങ്ങനെ ഓർഡറായി പഠിക്കാൻ വേണ്ടി വിചാരിച്ചതാണ്. പക്ഷേ നമുക്കിപ്പോൾ എല്ലാ സൺഡേ ഓരോ ചെറിയ പാർട്ടായിട്ട് പഠിക്കാനേ പറ്റത്തുള്ളൂ. നമുക്ക് എന്തുമാകട്ടെ, ചിലർക്ക് നമുക്ക് നമ്മുടെ കുരുക്ക് വീഴുകയാണ്. എന്തുമാകട്ടെ, ഈ 2 ലോകങ്ങളെക്കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുക. ഒന്ന് വരുവാൻ ഇപ്പോഴുള്ള ദുഷ്ടലോകം, അതിൽ നിന്ന് വിടുവിക്കാനാണ് കർത്താവ് നമുക്ക് ഈ ക്രൂശിൽ വന്ന് മരിച്ചത്, അല്ലേ? എങ്ങനെയാണ് നമ്മൾ വിടുവിക്കപ്പെടുന്നത്? നാമും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്നറിയുമ്പോഴാണ്. അല്ലാതെ നമ്മുടെ അകത്തുനിന്ന് ലോകം പോകത്തില്ല കേട്ടോ. ഇനി വിശ്വാസത്തിൽ വന്ന് എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ വീണ്ടും ഈ ക്രിസ്മസ് ആഘോഷിക്കുവാനും, അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാ, ഞങ്ങൾ ഒരു 36 സഭ, എത്രയും സഭയുടെ നേതാവ്, അവിടെയൊക്കെ വലിയ ബിഷപ്പ് എന്നാണ് അറിയപ്പെടുന്നത് തമിഴ്നാടൊക്കെ. ഞങ്ങൾ വണ്ടിക്ക് യാത്ര ചെയ്യുമ്പോൾ അന്ന് ഹോളിയല്ലേ, വേറെ ബക്രീദല്ലല്ലോ, ദീപാവലി. അപ്പോൾ ആരോ ഫോൺ വിളിച്ചപ്പോൾ പുള്ളി പറയുക ഹാപ്പി ദീപാവലി എന്ന്. ഞാൻ പറയാം കൊള്ളാം, കുട്ടി പിശാചി ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. പഴയ പിശാചി ഒന്നും പോയിട്ടില്ല, ഒക്കെ അകത്ത് തന്നെ കിടക്കുക. രുചി നാവിൽ നിന്ന് പോയിട്ടില്ലെന്നേ. ഹാപ്പി ദീപാവലി, ഹാപ്പി ഓണവും, ഹാപ്പി ക്രിസ്മസും, ഹാപ്പി ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അകത്ത് എന്താ കിടക്കുന്നത്? നമ്മുടെ കർത്താവ് ഈ പറഞ്ഞ പോലെ ഈ ക്രൂശി മരിച്ച ഒന്നുമല്ല നമ്മുടെ കർത്താവ്. യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായി, വചനം ദൈവത്തോട്, വചനം വെളിപ്പാട് 10-13 അവൻ്റെ പേരോ ദൈവവചനമെന്നാകുന്നു. ഹല്ലേലൂയ. അതൊന്ന് തെളിഞ്ഞ് ഹൃദയത്തിൽ വെളിപ്പാടായാൽ മതി, നമ്മുടെ ജീവിതത്തിലൊക്കെ മാറ്റം വരും നമുക്ക്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? എന്തുമാകട്ടെ, ഈ 2 ലോകങ്ങൾ, ഒന്ന് കർത്താവ് നമ്മെ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്, വന്നിരിക്കുന്നത് നമ്മെ ഈ ദുഷ്ടലോകം, ദുഷ്ടൻ ഭരിക്കുന്ന ലോകം. അർത്ഥം മനസ്സിലായോ? ദുഷ്ടലോകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദുഷ്ടൻ ഭരിക്കുന്ന ലോകം. 1 യോഹന്നാൻ ലേഖനം 5-19 പറയുന്നു, ഈ സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനയിലേക്ക് കിടക്കുന്ന ആ ലോകത്ത് നമ്മെ വിടുവിച്ചിട്ട് പുത്രൻ്റെ ലോകം, അല്ലെങ്കിൽ വരാനുള്ള ലോകത്ത് നമ്മെ ആക്കി വെച്ചിരിക്കുക. ആണോ? അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ഒന്നുമില്ല. ഇപ്പം നമ്മുടെ കയ്യിൽ ഒന്നും നഷ്ടപ്പെട്ടിരുന്നാലും, ഒരു വണ്ടിക്കാശ് പോലും, ചായ കുടിക്കാൻ പോലും പൈസ ഇല്ലെങ്കിലും എന്ത് സമാധാനം നമ്മുടെയൊക്കെ അകത്ത് അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾ? അതാ ദൈവീക സമാധാനം. ഇവിടെ മുമ്പിൽ മരണം വന്ന് അമ്മാനമാടിയാലും നമ്മളിങ്ങനെ നിൽക്കും. നമുക്ക് ഇനി വലിയ രോഗം വന്ന് പിടിവിട്ടാലും പറയുക, നീ എത്രയും വേഗം കൊണ്ടുവെക്കുക, ആ സെക്കൻഡിനുള്ളിൽ ഞാനെല്ലാം വീട്ടിൽ പോകും. മരണം പോലും പേടിച്ച് വരച്ച് ഓടിപ്പോകും, നാണം കെട്ട് പോകും. വചനം വാലും ചുരുട്ടി ഓടിപ്പോകും മരണം. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പോകുമ്പോൾ അയ്യോ ഏത് ഡോക്ടറെ കാണും, വെൽക്കെയർ ഡോക്ടറാണെങ്കിൽ പുള്ളി MSc FRCC എന്തൊക്കെ എനിക്കറിയാൻ പാടില്ല, വെറുതെ പറഞ്ഞാൽ FRCC ഒക്കെയാണ്. പക്ഷെ അതിനേക്കാൾ നല്ലത് ലേക്ക് ഷോറിലായിരിക്കും. അവിടെയാണ് പിന്നെ പുള്ളി 3 HD ഒക്കെ എടുത്തതാണെന്നൊക്കെ പറയും. നമ്മളിവിടെ അതാ കണക്കൂട്ടുന്നത്. രോഗത്തെ നോക്കി പറയണം, രോഗമേ നീ എന്നെ കൊണ്ടുവെക്കോ, വിതിൻ സെക്കൻഡ് ഞാൻ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോകും. അവൻ വാലും ചുരുട്ടി പോയിക്കോളും. നീ ഇനി ദൈവഹിതം ഇതാണ്, മതി മോനെ, നീ ജീവിച്ചത് മതി എന്ന് പറഞ്ഞാൽ മതിയെന്ന. പിന്നെ എന്തിനാണ് ഇവിടെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നത്? അങ്ങനെ പോകാൻ പാടില്ലേ? നിങ്ങൾ പറയും ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് പാസ് ഇവിടെ ഇരിക്കാനുള്ള പരിപാടിയാണ് എന്തുമാകട്ടെ. ഇതൊക്കെ നമ്മുടെ അകത്ത്, ഞാൻ പറയാം, മരണത്തെക്കുറിച്ച് ഏറ്റവും അധികം ആഗ്രഹിച്ചതും ചിന്തിക്കുന്നതും ഞാൻ തന്നെയാണ്. കാരണം ഒരു ജ്ഞാനിയെക്കുറിച്ച് സഭാപ്രസംഗി 7-ാം അധ്യായം 3-4 വാക്യങ്ങളിലും 90-ാം സങ്കീർത്തനത്തിലും പറയുന്നുണ്ട്, ഒരു ജ്ഞാനി അവൻ്റെ മരണ ദിവസം എണ്ണുന്നവനാണ്. ആ വാക്യമൊക്കെ അറിയാമോ? എൻ്റെ ബാക്കിയുള്ള ദിവസം എണ്ണി തീർക്കുന്നവനാണ് ഒരു ജ്ഞാനി.
നമ്മൾ പറയുന്നത് അവരെന്ത് ജ്ഞാനമാ, ബൈബിളൊക്കെ കാണാപ്പാടം പറയും. ഇതൊന്നും അല്ല, വലിയ കാര്യമൊന്നുമല്ല. കാണാപ്പാടം പറഞ്ഞാൽ നരകത്തിൽ പോകാം അവന്. പക്ഷേ എൻ്റെ ഇത്രയായുസേ ഇരിക്കുള്ളൂ കർത്താവ്. വിസയുടെ കാലാവധി കഴിയുമ്പോൾ മനുഷ്യപുത്രന്മാരെ തിരികെ വാ എന്ന് സങ്കീർത്തനം 90 വിളിച്ചു പറയാം, 91 വിളിച്ചു പറയുമ്പോൾ ആ ദിവസം ഇന്ന് അറിഞ്ഞുകൊണ്ട് ആ ദിവസം എത്രയും വേഗം അതിനു മുമ്പ് ദൈവത്തെ തീർക്കാൻ വേണ്ടി നിൽക്കുന്നവനാണ് ഞാൻ എന്ന് പറയുന്നത്. അല്ലാതെ മറ്റേ പുള്ളിക്കാരനെ പോലെ ഒരു 15 വർഷം കൊടുത്താ ഞാൻ നിനക്ക് വേണ്ടി വലിയ കാര്യം ചെയ്യാം, നരകത്തിലേക്ക് പോയല്ലോ മറ്റേ പുള്ളിക്കാരനല്ലേ. നമുക്കറിയാലോ, ചരിത്രമൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതൊക്കെ നമുക്ക് പഠിപ്പിക്കുന്നത് നമ്മളാ പ്രത്യാശ നിറയാൻ വേണ്ടിയാ, വരാനിരിക്കുന്ന ലോകത്തെ കാണാൻ വേണ്ടിയാ. ആണോ? ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്കകത്ത്? വരാനുള്ള ലോകം, നമ്മളെ ഇവിടുത്തെ ഈ ലോകം കിട്ടും, നീ ദൈവം നിനക്ക് ഒരു എന്താ ഒരു ഉദ്ധാരണം നിന്റെ മക്കളോട് നടത്താൻ പോകുന്നു, അവിടെ ഞാൻ അത് കാണുന്നു ഇത് കാണുന്നു. കഴിഞ്ഞ പാസ്റ്റേഴ്സ് മീറ്റിംഗ് പറഞ്ഞ ഇവിടെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് പറഞ്ഞ പോലെ അതിന് അമേരിക്ക കൊണ്ടുപോകാൻ പോകുന്നു, നല്ല കാര്യം. ഇനി ആ മോഹം ഇട്ടാ പുള്ളിക്കട നടക്കാൻ പോകുന്നത് മുഴുവനും അമേരിക്ക കണ്ടുകൂടാൻ സ്വപ്നം കാണാം. ഇനി അമേരിക്കയിൽ എങ്ങനെ ചായ കുടിക്കും അതുപോലെ പുള്ളി ചായ കുടിക്കുമ്പോഴൊക്കെ അമേരിക്കൻ സ്റ്റൈലായിരിക്കും. ഉടുപ്പ് മുഴുവൻ ഇപ്പോഴേ ഉടുപ്പൊക്കെ തയ്യാറാക്കി അമേരിക്ക ഉടുപ്പൊക്കെ ഇട്ടു കൊടുക്കും നമ്മൾ. ഈ കള്ള ഉപദേശങ്ങളിൽപ്പെട്ട് നമ്മുടെ ഹൃദയം മറിഞ്ഞു പോകുകയാണ്. ആ സ്വർഗം, ആ വരാനിരിക്കുന്ന ലോകം നമ്മുടെ ഹൃദയത്തിൽ വീട്ടുന്നേ. എന്നോട് ദേഷ്യമുണ്ടോ? ഹല്ലേലൂയ. ഇതൊന്ന് കത്തിയാലുണ്ടല്ലോ എന്ത് സന്തോഷമെന്നറിയാമോ? ആ പ്രത്യാശ, ദൈവരാജ്യം അല്ലെങ്കിൽ വരാൻ ലോകം. അതുകൊണ്ടാണ് ഞാൻ ഇതുമാകട്ടെ ഈ ദുഷ്ടലോകം, ഈ കാണുന്ന ദുഷ്ടലോകം, ദുഷ്ടൻ ഭരിക്കുന്ന ലോകത്ത് നമ്മെ വിടുവിച്ചത് വരാനിരിക്കുന്ന ഒരു മനോഹരമായ ലോകമുണ്ട്. അത് ദൈവരാജ്യത്തെക്കുറിച്ച് പഠിക്കും. സ്പിരിച്വൽ കിങ്ഡം, ലിറ്ററൽ കാണത്തക്കവണ്ണമുള്ള ദൈവരാജ്യം, ഇറ്റേണൽ കിങ്ഡം. ഹല്ലേലൂയ. അവിടെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവൊന്നും ഉണ്ടാകത്തില്ല. വെളിപ്പാട് 22 അധ്യായം പറയുന്നത് പോലെ ഒരു സിംഹാസനമേ ഉള്ളൂ, ഒറ്റ ദൈവത്തെ അവിടെ കാണാൻ കഴിയത്തുള്ളൂ. അവനോട് കൂടി നിത്യത നാം പങ്കിടുകയാണ്. നാം ജയിച്ച് പിതാവിൻ്റെ സിംഹാസനത്തിൽ അയക്കുന്ന പോലെ നിങ്ങളും ജയിച്ച് ആ ഏകനായ ദൈവത്തോടെ നിത്യത പങ്കിടാൻ പോകുകയാണ്. അന്നും ഇതുപോലെ വെറുതെ ഇരിക്കുകയല്ല. ഒരുപാട് പ്രൊജക്റ്റുകൾ ഈ പ്രപഞ്ചത്തിൽ പിന്നീട് ദൈവത്തിനുണ്ടായിരിക്കും. ഇത് നമുക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. പക്ഷെ നമുക്ക് ആത്മാവിൽ ഗ്രഹിച്ചറിയാൻ കഴിയുന്നുണ്ട് എന്തൊക്കെയോ ദൈവം നമുക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ചിന്തിക്കുന്ന അപ്പുറമാണ്. എന്തുമാകട്ടെ, നമുക്കറിയാം 1000 ആണ്ടിന് ശേഷം ഇസ്രായേൽ മക്കളെക്കുറിച്ച് ഒന്നും വേദപുസ്തകത്തിൽ ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല. എന്താ, എങ്ങനെയാവും ഒന്നുമില്ല, ബൈബിളിൽ ഇല്ല. അത് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ അറിയാൻ ആഗ്രഹം കൊണ്ട് പലപ്പോഴും ചോദിച്ചു പോകുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ വരും നാളെ പ്രൊജക്റ്റുകൾ എന്തൊക്കെയാണെന്ന് അവിടെ ചെല്ലുമ്പോൾ അവൻ നമുക്ക് കാണിച്ചു തരും. ഹല്ലേലൂയ. എത്ര മനോഹരമാണെന്നറിയാമോ? എന്തുമാകട്ടെ വിട്ടുപോകുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ ലോകം വെറുക്കാൻ പഠിക്കണം. നമ്മൾ വെറുക്കാൻ പഠിക്കണം. ഇവിടുത്തെ പേരും പെരുമയും അല്ലേ, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നു. ഉണ്ണാനും എടുക്കാനുണ്ടെങ്കിൽ മതി എന്ന് വെച്ച ദൈവരാജ്യം അന്വേഷിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഹല്ലേലൂയ. നമുക്ക് ഉണ്ണാനും എടുക്കാൻ ആവശ്യത്തിനുണ്ടോ? അത് മതിയെന്നേ. അപ്പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ജീവിതം മാറിപ്പോകും. മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞവൻ ഒറ്റ വാക്കേ ഉള്ളൂ. നമ്മൾ നാട്ടുഭാഷ സ്കൂളിൽ പഠിക്കുമ്പോൾ വേണ്ട പറയില്ലേ, അപ്പൻ്റെ മക്കൾ എന്ന് പറയൂലേ, അതുപോലെ ഉള്ളൂ. വാക്ക് പറഞ്ഞത് അത് തന്നെയാണ്. നമുക്ക് ദൈവരാജ്യം അന്വേഷിക്കാൻ നമുക്കുണ്ട് ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ നിത്യതയെക്കുറിച്ച് ഞാൻ ജീവിക്കാൻ പോകുന്ന ലോകമുണ്ട്. ആ വരാനുള്ള ലോകം, ആ ലോകം എന്താണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അവിടുത്തെ നീതി എന്താണ്, അവിടുത്തെ ഭക്ഷണം എന്താണ്, അവിടെ എങ്ങനെയാണ് കാറ്റഗറിക്കാർ, അവിടെ ചെറിയവരും വലിയവരും ഉണ്ടോ. നമുക്ക് വേണ്ടി വരികയാണ്. നമ്മളവിടെ ഈ പറഞ്ഞ പോലെ ഈ അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുമ്പോൾ നമുക്കറിയില്ല ഇവിടെ എന്തൊക്കെ പരിപാടി, അല്ലേ, ഈ ലോകം എന്താന്ന് പോലും നമുക്കറിയത്തില്ല. പക്ഷേ ഇവിടെ വന്നിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ആ ലോകം അതല്ല, ഇവിടെ വച്ച് ലഭിക്കുന്ന ജ്ഞാനമാണ് അവിടെ കിട്ടാൻ പോകുന്നത്. ഞാൻ അർത്ഥം മനസ്സിലായോ? എത്രത്തോളം ഈ ആയുസ്സിൽ ശരത്തിലിരിക്കുമ്പോൾ എത്രത്തോളം വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് അറിയുന്നുവോ അത്രത്തോളം ആയിരിക്കും തേജസ്, വിശുദ്ധി, അല്ലേ, അവനെക്കുറിച്ച് ജ്ഞാനം, പരിജ്ഞാനം എന്തുവാകട്ടെ അതെല്ലാം അത്രത്തോളം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇതങ്ങടെ ഊരിപ്പോയി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒന്നും നമുക്ക് ലഭിക്കത്തില്ല. അതുകൊണ്ട് നിത്യതയിൽ അനേകവാസ സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് യേശു തന്നെ പറഞ്ഞു, എൻ്റെ നിത്യതയിൽ അനേക വാസങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ മാത്രമല്ല ചെറിയവരും വലിയവരുമുണ്ടെന്ന് കർത്താവ് എടുത്ത് പഠിപ്പിച്ചു. അതിനെക്കുറിച്ച് ആഴമായി നമുക്ക് പഠിക്കും. നിത്യതയിൽ ദൈവരാജ്യത്തിൽ എന്തൊക്കെയുണ്ട്? ചെറിയവരുമുണ്ട്, വലിയവരുമുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയവരാകാതെ, അല്ലേ, ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ഒരൊറ്റ കാര്യമുള്ളൂ, നമുക്ക് നമ്മുടെ കർത്താവിനെ കാണണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ മോഹം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് നമ്മൾ അറിയണം. അതാണ്ട് നാടാണത്, അല്ലേ, എൻ്റെയും നിങ്ങളുടെയും നാടല്ലത്. ഈ വെക്കേഷനൊക്കെ ആകുമ്പോൾ കുട്ടികൾ പറയും ഞങ്ങൾ അപ്പാടെ വീട്ടിൽ പോകുമെന്ന് പറയും. തൃശ്ശൂരൊക്കെ ചെന്നാൽ ഇല്ലത്ത് പോകണമെന്ന് പറയും. എന്നുവെച്ചാൽ അച്ഛൻ്റെ വീട്ടിൽ പോകണമെന്ന് പറയും. അമ്മാത്ത് പോകണമെന്ന് പറഞ്ഞാൽ അമ്മയുടെ വീട്ടിൽ. ഈ ബ്രാഹ്മണന്മാരാണല്ലോ അവിടെയൊക്കെ തമിഴ്നാട്ടിൽ ഈ ഇവിടെ തൃശ്ശൂർ സൈഡൊക്കെ ഉള്ളത്. അപ്പോൾ അവർ ആ സമയമാകുമ്പോൾ ദൂരെ എവിടേക്ക് പോകും, അവർക്ക് ആ സന്തോഷമാണ് എൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോകുമ്പോൾ. നമുക്ക് കേൾക്കുന്നത് അലർജിയാണ്. നമുക്ക്
നമുക്ക് ഈ ജയിൽ മതി. ഈ പാപത്തിന് ശിക്ഷിക്കപ്പെട്ട ജയിൽ, ഈ ഭൂമി എന്ന് സാത്താൻ ഭരിക്കുന്ന ഈ ജയിൽ മതി നമുക്ക്. അതിനപ്പുറം ലോകം ഉണ്ടെന്ന് പോലും ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എൻ്റെ അപ്പൻ്റെ ഭവനമുണ്ടെന്ന് അറിയുമ്പോൾ, ഈ വരാനിക്കുന്ന ലോകമുണ്ടെന്ന് അറിയുമ്പോൾ മാത്രമേ നമുക്ക് ആഗ്രഹം വർദ്ധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് വിളിച്ചാൽ പോകേണ്ടത് ഈ ലോകത്തേക്കാ. അവിടെ പോയിട്ട് അയ്യോ പോയി പൊട്ടൻ ഇത് കണ്ട പോലെ എന്നൊക്കെ പറഞ്ഞ് ചില ആൾക്കാർ ലൂലുമാൾ കിഴക്കണ്ടൊക്കെ തമിഴ്നാട്ടിലൊക്കെ ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ വരും, ലൂലുമാളിലേക്ക് കയറും. ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ ചക്കക്കൂട്ടം കണ്ട ഇത് പറയില്ലേ പിള്ളേരെ പോലെ, അയ്യോ എന്നൊക്കെ അവിടെ ഓടി ഇവിടെ രസമാണ്. ഒരു ദിവസം ഫ്ലൈറ്റിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ സഹോദരന്മാർ എല്ലാവരും ഞാൻ കൊണ്ടുപോകും. എൻ്റെ പിള്ളേർ ആൾക്കാർ 10-12 പേരൊക്കെ ഉണ്ട് ചിലപ്പോൾ ഡൽഹിയിലും അവിടെയൊക്കെ മിനിസ്ട്രിക്ക് പോകുമ്പോൾ. ആദ്യമായി കയറുന്ന പുത്തുപ്രദരൊക്കെ ഫ്ലൈറ്റിൽ കിടന്നിട്ട് വരുമ്പോൾ ആദ്യം കണ്ടതുപോലേക്ക് നമ്മളവിടെ ചെല്ലുമ്പോൾ ഇതുപോലെ ആകരുത്. ഇന്ന് ഇവിടെ വെച്ച് ആത്മാവിൽ വിശ്വാസത്താൽ കാണാൻ പഠിക്കണം. ഇതൊക്കെ അതിനാ വചനം എഴുതി വെച്ചിരിക്കുന്നത്. വചനം വിശ്വാസത്താൽ കാണാൻ പഠിക്കണം. നമ്മുടെ ഹൃദയത്തിൽ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അതുകൊണ്ട് വരാനിരിക്കുന്ന ലോകമാണ് നമ്മുടെ ലോകം. ഒരിക്കലും മറന്നു പോകരുത്. സൃഷ്ടിപ്പിൽ അങ്ങനെയല്ലായിരുന്നു നമുക്കറിയാം. ഇതിനെക്കുറിച്ചൊക്കെ വരും ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. നമുക്ക് ഏഷ്യ 45:18 പറയുന്നുണ്ട്, ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അത് ഉറപ്പിച്ച് വ്രതമായിട്ടില്ല, മനുഷ്യന് വേണ്ടി പാർപ്പിനത്രേ ദൈവം മനുഷ്യനെ ഭൂമിയെ ഉണ്ടാക്കിയത്. എന്നാൽ ആ ലോകത്തിൽ ദൈവം മനുഷ്യനെ ഭരിക്കാൻ വെച്ചിട്ട് ആ മനുഷ്യൻ ആ സ്ഥാനത്ത് നിന്ന് സാത്താന് കൈമാറി. അല്ലേ? നമ്മൾ തന്നെയാണ്. നമ്മളെന്ന് പറഞ്ഞാൽ ആദ്യ പിതാവായ ആദം അത് സാത്താന് കൈമാറിയിട്ട് ഒരു അടിമയെപ്പോലെ ആയി മാറിയതാ. പല ദിവസങ്ങൾ അതിനെക്കുറിച്ച് ആഴമായി പഠിക്കാം നമ്മൾ. പക്ഷേ എന്നൊരു കാര്യം ഓർക്കണം, ദൈവം നമ്മളെ ഈ 5 കിങ്ഡത്തെ ഭരിക്കുവാൻ, റെപ്റ്റൈൽ ഇഴജാതികളുടെ മേൽ, പറവകളുടെ മേൽ, മൃഗങ്ങളുടെ മേൽ, അല്ലേ, പക്ഷികളുടെ മേൽ, പ്ലാനറ്റിൻ്റെ മേൽ, മരങ്ങൾ, അല്ലേ, ഭൂമിയുടെ മേൽ ഭരിക്കുവാൻ അവകാശം തരുമ്പോൾ, ഫിഷ് കിങ്ഡം, അനിമൽ കിങ്ഡം, റെപ്റ്റൈൽ കിങ്ഡം, അല്ലേ, പ്ലാനറ്റ് കിങ്ഡം, ബേർഡ്സ് കിങ്ഡം എന്നൊക്കെ പറഞ്ഞ് 5 രാജ്യങ്ങളുടെ മേൽ ഭരിക്കുവാൻ ദൈവം നമ്മളെ ഏൽപ്പിക്കുമ്പോൾ നമുക്ക് മേലൊരു രാജ്യമുണ്ടെന്ന് മറന്നു പോകരുത്. ഉണ്ടോ? ഒരു 6ാമത്തെ രാജ്യത്ത് ദൈവം നമ്മളെ നിർത്തുമ്പോൾ പഠിക്കാം. അതിനെക്കുറിച്ച് നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് ക്ലാസ് വരെ പഠിക്കാം. നമ്മൾ നിർത്തുമ്പോൾ നമ്മുടെ തലക്കുമീതെ ഒരു രാജ്യമുണ്ട്. ആ 7th കിങ്ഡം, ദൈവരാജ്യം, അതിൽ കീഴിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഇതൊക്കെ സാധ്യമാകത്തുള്ളൂ. അല്ലാത്ത ഒന്നും. അതുകൊണ്ടാണ് നമ്മളെ കൊണ്ട് ഒന്നും നടക്കാതിരിക്കുന്നത്. നമ്മൾ ഒരു ഭരണത്തിന് കീഴിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ എപ്പോഴും പറയുന്നില്ലേ, നീ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് സമ്മതമല്ലെന്ന് പറഞ്ഞ കൂട്ടരാണ് അവർ. അവരെ കൊണ്ട് ഒന്നും നടക്കത്തില്ല. കാരണം ഈ 7 ദൈവരാജ്യത്തിന് കീഴിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ഇതൊക്കെ നേടാൻ കഴിയത്തുള്ളൂ. അത് ഇന്നും അന്നും ഇന്നും. അല്ലെങ്കിൽ ദൈവം നമ്മെ ഭരിക്കണം. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ദൈവരാജ്യത്തെ ക്ലാസ് വരുമ്പോൾ ആഴമായി പഠിക്കാം. മനുഷ്യനെ ഏൽപ്പിച്ചതാ, പക്ഷേ മനുഷ്യൻ സാത്താന് കൈമാറിപ്പോയി. പിന്നീട് നമ്മൾ കണ്ടത് ഈ കാണുന്ന ഈ ഭൂമി എന്ന് പറയുന്നത് കാണാൻ മനോഹരമാണെങ്കിലും ഇവിടെ ഭരിക്കുന്ന ഒരു പൈശാചികമായ ലോകമുണ്ട്, ഈഹലോകം, അല്ലേ? ഈ ലോകം ദുഷ്ടൻ ഭരിക്കുന്ന ഇൻവിസിബിൾ ഡാർക്ക്നെസ് വേൾഡ് എന്നൊക്കെയാണ് അവിടെ നമുക്ക് ഇരുണ്ട ലോകമാണത്. ഈ കാണുന്നതൊക്കെ വെറും എന്താ പറയുക, കുമിളകൾ മാത്രമാണ്. ഇവിടുത്തെ സന്തോഷങ്ങൾ എത്ര ദിവസമുണ്ട്? മാസം 1-ാം തീയതി ശമ്പളം കിട്ടി, എത്ര ദിവസം ഉണ്ടാവും അത്? പാലുകാരന് വീട്ടുവാടക, വണ്ടിയുടെ CC, അല്ലേ, എല്ലാം കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ഉള്ള സമാധാനം പോയി. പിന്നീട് മുഴുവൻ ഇല്ലേ, ഇത്രയൊക്കെ ഉള്ളൂ ഈ സമാധാനം. ഒരു വിവാഹം കഴിച്ചാൽ 2-3 മാസം അത്ര പോയാൽ ഭാഗ്യം, അല്ലേ? പിന്നെ ഇത് ഇത്രയൊക്കെ ഉള്ളത് സമാധാനം. ഈ ലോകം തരുന്ന സമാധാനം ഇത്രയൊക്കെ ഉള്ളൂ. അത് നമ്മുടെ അകത്തുള്ള ഈ ഡോക്യുമെൻ്റ് എന്നൊക്കെ പറയും. നമ്മൾ ഡെലിവറൻസ് ക്ലാസ്സിൽ പഠിക്കും അതിനെക്കുറിച്ച്. നമ്മുടെ അകത്തുള്ള ഡോക്യുമെൻ്റ് എത്രത്തോളം വർക്ക് ചെയ്യുന്നു അത്രത്തോളം ഉള്ളൂ. അത് തീർന്നു കഴിയാണ്ടല്ലോ പിന്നെ അതിനെ കുരിശ് കാണുന്ന പോലെയാണ് പിന്നെ പലതും കാണുന്നത്. എന്തുമാകട്ടെ, നമുക്ക് ഈ അടുത്ത ശനിയാഴ്ച 2nd സാറ്റർഡേ നമുക്ക് ഡെലിവറൻസ് ക്ലാസ് ഇല്ല. ബാംഗ്ലൂരിൽ നിന്ന് പാസ്റ്റർമാർ വരിക. അത് നമ്മുടെ ക്ലാസ് വെച്ച് നമുക്കിവിടെ സ്പെഷ്യൽ മീറ്റിംഗ് വെച്ച് ലീഡേഴ്സിന് വേണ്ടി സ്പെഷ്യൽ മീറ്റിംഗ് വെച്ചിരിക്കുക. സോറി എല്ലാവർക്കും. എന്തുമാകട്ടെ, അപ്പം അതുകൊണ്ട് ദൈവം നമ്മെ ഈ ലോകത്തുനിന്ന് വിടുവെച്ചിട്ട് നമ്മെ മറ്റൊരു ലോകത്തിലാക്കി വെച്ചിരിക്കുക, മറന്നു പോകരുത്. അതുകൊണ്ട് വരാനുള്ള ലോകം നമ്മൾ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് എന്ന കാര്യം മറന്നു പോകരുത്. അതൊക്കെ പറഞ്ഞ് മനസ്സാകുന്നുണ്ട്. 1-2 കാര്യങ്ങൾ വേറെ പറഞ്ഞിട്ട് അടുത്ത ആഴ്ച കൊണ്ട് ഞാൻ നിർത്തും ഈ ക്ലാസ്. അത്യാവശ്യം മാത്രം. ഈ ലോകത്ത് ജയിക്കേണ്ട അത്യാവശ്യമായ കാര്യമാണ്. ഒരുപാട് നമ്മൾ അതിനെക്കുറിച്ച് അറിയേണ്ടതും ആവശ്യമുണ്ട്. ഓക്കെ, ഞാൻ അത് മാത്രം എടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് തീർന്നില്ലെങ്കിൽ പിന്നെ നല്ല വചനങ്ങൾ വിട്ടുപോകും നമുക്ക്.
ഒരു വിശ്വാസി ലോകവും ലോകത്തിലുള്ളത് മകത്ത് കടക്കാതിരിപ്പാൻ എങ്ങനെ പ്രായോഗികമായി തന്നെത്താൻ സൂക്ഷിക്കണമെന്ന് ലേഖനത്തിൽ നിന്ന് പഠിപ്പിക്കുന്നു. യോഹന്നാൻ്റെ ലേഖനത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 3 കാര്യങ്ങൾ നിങ്ങൾ ബൈബിളിൽ കാണാൻ കഴിയും. നമ്മുടെ സഭക്കകത്ത് 3 കൂട്ടർ ആൾക്കാരുണ്ട്. നമ്മുടെ സഭക്കകത്ത് ഒന്ന് ക്രിസ്ത്യാനി, ഒന്ന് മുസൽമാൻ, അല്ലേ? എന്നാണ് അല്ല, ഒന്ന് ബാല്യക്കാർ, പിന്നെ കുഞ്ഞുങ്ങൾ. ബാല്യക്കാർ, പിന്നെ ആരാ? പിതാക്കന്മാർ. നമ്മുടെ സഭക്കകത്തുള്ള ഒരു പേരാ. ഇത് ഞാൻ വിളിച്ച പേരല്ല, യോഹന്നാൻ വിളിച്ച പേരാ. അല്ലല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രാദേശിക സഭക്കകത്തും ഈ ഇതുപോലത്തെ 3 കൂട്ടർ നമുക്ക് കാണാൻ കഴിയും. എന്നുമാകട്ടെ, നമുക്ക് വാക്യം വായിക്കാം. യോഹന്നാൻ ലേഖനം ഒന്നാം ലേഖനം 2-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. 12-ാം വാക്യം. കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് ലേഖകർത്താവായ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നത്, അല്ലേ? നിങ്ങൾക്ക് അവൻ്റെ നാമനിമിത്ത പാപങ്ങൾ മോചിച്ചിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. രണ്ടാമത് വേറൊരു ആൾക്കാരെ വിളിക്കുക. പിതാക്കന്മാരെ, ആദി മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കിയാൽ നിങ്ങൾക്ക് എഴുതുന്നു. വ്യത്യാസമുണ്ട്. കുഞ്ഞുങ്ങളോട് പറയുന്ന പോലെയല്ല പിതാക്കന്മാരോട് പറയുന്നത്, അല്ലേ? ബാല്യക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാൽ നിങ്ങൾക്ക് എഴുതുന്നു. നമ്മുടെ വിഷയം അതാണ്, അല്ലേ? പലപ്പോഴും നമ്മുടെയൊക്കെ ആഗ്രഹം എന്താ? നമുക്ക് ഏത് വിധേയരെങ്കിലും ലോകത്തിലെ ഉള്ളവനെയും ജയിക്കണം. നമുക്ക് സാത്താനെ ജയിക്കണം. നമുക്ക് അതാണ് നമ്മുടെ ആവശ്യം. വേണ്ടേ? ലോകത്ത് ജയിക്കണ്ടേ? അതോ എപ്പോൾ നോക്കിയാലും വീണ് ഈ ഗ്രാഫ് പോലെ പൊങ്ങി വരും, താഴെ പോകും, വീണ്ടും പൊങ്ങി വരും, അല്ലേ? ഗ്ലാസ് കൂടും, വീണ്ടും താഴേക്ക് പോകും. അതല്ല, ഒരു സ്ഥായിയായ ഉറപ്പുള്ള. ഞാൻ വീണ്ടും പറയുന്നു, പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാം, ചെയ്തു പോയേക്കാം, തെറ്റുകൾ സംഭവിച്ചു പോയേക്കാം. ഇതിവിടുത്തെ വിഷയമല്ലത്. നമ്മുടെ ക്രിസ്ത്യ ജീവിതം വേറെതാ, ഇത് സംഭവിക്കുന്നത് വേറെതാ എന്ന് പറഞ്ഞ് പാവത്തിൽ വീഴാൻ വേണ്ടിയല്ലേ പറയുന്നത്. ഇതൊക്കെ വേർതിരിച്ച് പിന്നീട് പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ജയിക്കുന്നത് വിശ്വാസമാണ്. ഒരുവേള ജയാളിയാക്കുന്നത് വിശ്വാസമാണ്. ഹല്ലേലൂയ. വീണാലും തത്സമയം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കഴുകി വീണ്ടും വരികയാണ് നമ്മൾ. പിന്നീട് ആവർത്തിച്ചാൽ അത്, അല്ലേ? വീണ്ടും റെഗുലറായി ആവർത്തിച്ചാൽ, ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്, മരിക്കും നിശ്ചയം. അത് വേറെ കാര്യം, അത് അവിടെ കിടക്കട്ടെ. നമ്മുടെ വിഷയം അതല്ലല്ലോ, നമ്മുടെ വിഷയം ഇതാണല്ലേ. അപ്പം അതുകൊണ്ട് 3 കാര്യങ്ങളാണ്. എന്നിട്ട് വീണ്ടും യോഹന്നാൻ വീണ്ടും അത് ഒന്നും കൂടി ആവർത്തിച്ചെഴുതുകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കിയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പിതാക്കന്മാരെ, 14-ാം വാക്യം. ആദി മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അടുത്ത ബാല്യക്കാരെ, നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. എത്ര മനോഹരമായ വേദവാക്യം, അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ലോകത്തെയും ലോകത്തിലുള്ളതായ പിശാചിനെയും സാത്താനെയും ജയിക്കാമെന്നൊക്കെ ഈ ചെറിയ ലേഖനത്തിലൂടെ നമ്മൾ നേരത്തെ പഠിച്ചു. നമ്മൾ ഒരുമിച്ച് ക്രിസ്തുവിനോടുകൂടെ ലോകം എനിക്കും ഞാൻ ലോകത്തിന് എന്ത് ചെയ്തിരിക്കുക? ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. മറന്നു പോകരുത്. അതൊക്കെ നമ്മുടെ രക്ഷയുടെ മാർഗങ്ങളാണ്. ലോകത്തെ ജയിക്കാൻ എങ്ങനെ കഴിയുമെന്ന് പഠിപ്പിച്ച വാക്യങ്ങളാണ്. അതോട് ചേർത്ത് വെച്ച് നിങ്ങൾ എഴുതി വെച്ചോ. ഞാൻ ഒരുപാട് ഇതുപോലെ ഡെലിവറൻസ്, ഇതുപോലത്തെ നമുക്ക് ലോകത്ത് ജയിക്കാൻ കഴിയുന്ന ഒരുപാട് ഇതുണ്ട്. അത്യാവശ്യം മാത്രമേ ഞാൻ ഇന്ന് പറഞ്ഞു പോകുന്നുള്ളൂ, കാരണം നമ്മുടെ സമയം കൊണ്ട് തീരത്തില്ല. അപ്പോൾ 3 കാര്യങ്ങൾ. 1 കുഞ്ഞുങ്ങൾ, 2 ബാല്യക്കാർ, പിതാക്കന്മാർ. നമുക്ക് വേറൊരു വാക്യം എൻ്റെ ഓർമ്മ ശരിയാണ്, എഫേസ് ലേഖനത്തിലാണെന്ന് തോന്നുന്നത്. അവൻ നമ്മെ ദത്തെടുത്ത് പുത്രന്മാരാക്കി മാറ്റുന്നു. ഒരു വാക്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? കേട്ടിട്ട് പോലുമില്ല, അല്ലേ? ദത്തെടുത്ത് അവൻ നമ്മെ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? അല്ല, വിട്ടേക്കും. ദത്തെടുത്ത് പുത്രനാക്കുക എന്ന് പറഞ്ഞ ബൈബിളിനകത്ത് വാക്ക് കൊടുത്തിരിക്കും. പക്ഷേ വാക്യങ്ങളൊക്കെ നോർമൽ സാധാരണ ഈ ചിന്ത കൊണ്ട് പഠിച്ചാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. ടെക്കിയോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വാക്കുകളുടെ അർത്ഥങ്ങളത്. എന്തുവാകട്ടെ, അതോടുള്ള ബന്ധത്തിൽ പഠിപ്പിക്കുന്ന ഒരു വേദവാക്യമാണ് ഈ വാക്യങ്ങളും. അപ്പോൾ 3 കാര്യങ്ങൾ. ഒന്നെന്താ? കുഞ്ഞുങ്ങളെ. ഈ കുഞ്ഞുങ്ങളെന്ന് യോഹന്നാൻ വിളിച്ചു പറയുമ്പോൾ ഞാൻ ഓടിച്ച് മാത്രം വിട്ടുപോവുകയാണ്. കുഞ്ഞുങ്ങളെന്ന് യോഹന്നാൻ വിളിക്കുമ്പോൾ സത്യത്തിൽ അവർ വീണ്ടും ജനിക്കപ്പെട്ടവരാ. യോഹന്നാൻ 1:12. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ആരാ? ദൈവ കുടുംബത്തിൽ ജനിച്ചിട്ടുണ്ട്, ദൈവരാജ്യത്തിനകത്ത് ജനിച്ചിട്ടുണ്ട്. പക്ഷേ അവരാരെന്നറിയാമോ? കുഞ്ഞുങ്ങൾ മാത്രമാണ്. പറഞ്ഞു പോകാൻ ഒരുപാട് പറയേണ്ടി വരും. എന്നാലും ഒരു വാക്ക് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചുകൊണ്ട് മാത്രം പറഞ്ഞു പോകാം. ഈ നമ്മുടെ എന്താ പറയുക, ഈസ്റ്റേൺ അവിടുത്തെ കൺട്രീസിലൊക്കെ, അല്ലെങ്കിൽ യഹൂദന്മാരുടെ പാരമ്പര്യം അനുസരിച്ച്, അല്ലെങ്കിൽ പുറത്തെ മറ്റേ യവനൻ്റെയൊക്കെ അല്ലെങ്കിൽ ഗ്രീക്ക് സാമ്രാജ്യം അനുസരിച്ച് ഒരു കുഞ്ഞ് ജനിച്ചാൽ അത് അപ്പൻ്റെ മകൻ തന്നെയാണ്. ഇപ്പം എൻ്റെ മോൻ കുഞ്ഞ് ജനിച്ചു, അത് എൻ്റെ കുഞ്ഞ് തന്നെയാണ്. ഇപ്പം സുനീഷിൻ്റെ കുഞ്ഞ് ജനിച്ചു, അത് സുനീഷിൻ്റെ കുട്ടിയാണ്. പക്ഷേ അവനെന്നു ആകെ അറിയാൻ ഞാൻ മാത്രം അവനറിയത്തുള്ളൂ. ഇനി അവൻ അപ്പനെക്കുറിച്ചറിഞ്ഞ്, അപ്പനെ ജോലി, സമ്പത്ത്, അപ്പനെ എല്ലാം കുറിച്ച് അറിഞ്ഞ് അവന് പ്രായപൂർത്തിയാകും. മനസ്സിലായോ?
ഈ പ്രായപൂർത്തിയാകുമ്പോൾ ഏതാണ്ട് 32 വയസ്സ് 33 വയസ്സ് അതാണ് ക്രിസ്തുവിൻ്റെ പ്രായം. ആ പ്രായമാണത്. ആ പ്രായമാകുമ്പോൾ അന്ന് ആ കുടുംബത്തിൽ അത് വലിയ ചിലവെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ് വീട്ടിൽ. എന്താണെന്നറിയാമോ? അപ്പൻ്റെ സ്വത്തിലേക്ക്, അപ്പൻ്റെ ബിസിനസ്സിലേക്ക്, അപ്പൻ്റെ സ്ഥാനത്തേക്ക് ഈ കൊച്ചിനെ ആക്കി വെക്കുക. കൊച്ചല്ല, അവൻ യൗവനക്കാരനായി. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? അന്ന് മുതലാണ് അവൻ്റെ അപ്പൻ്റെ ഈ ഒരു കുട്ടി ജനിച്ചാൽ, ഇപ്പോൾ സുനീഷ് കുഞ്ഞു അവനൊന്നും അറിയില്ല. എന്ന് കല അറിയാം, വിശക്കുമ്പോൾ എന്തറിയാം? നമ്മളത് തന്നെയാണല്ലോ ഇപ്പോഴും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തരക്കത്താവെ തരണമേ എന്നൊക്കെ പറഞ്ഞിട്ട് ആട് കരണം നമ്മളും കരഞ്ഞുകൊണ്ടിരിക്കുകയെന്ന്. ഞങ്ങളുടെ മോന് അത് കിട്ടണമേ ഇത് കിട്ടണമേ എന്ന്. നമ്മളിത് സത്യം പറഞ്ഞാൽ പ്രായം നോക്കിയാൽ ഉപദേഷ്ടക്കന്മാരാകേണ്ട സമയം കഴിഞ്ഞ്. പക്ഷേ ഇപ്പോഴും അല്ലേ കൊച്ചിനെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കുക നമ്മളൊക്കെ. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഈ കുഞ്ഞിൻ്റെ പ്രായം വിട്ടുപോയിട്ടില്ല നമ്മൾ. പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത് ഒരു അപ്പനെക്കുറിച്ചും അപ്പൻ്റെ ഹിതത്തെക്കുറിച്ചും ഇഷ്ടത്തെക്കുറിച്ചും അറിഞ്ഞ് ഒരു ദിവസമുണ്ട്, അന്ന് അപ്പൻ്റെ എല്ലാത്തിനുമേൽ എന്നെ അധികാരിയാക്കി വെക്കുന്ന ദിവസം. ഏതാണ്ട് ആ പ്രായത്തിനനുസരിച്ച് കർത്താവിൻ്റെ പ്രായം 33 വയസ്സൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുമാകട്ടെ, ആ സമയത്താണ് അതുവരെ ഈ കുഞ്ഞ് എവിടെ ജനിച്ചത്? ദൈവകുടുംബത്തിലാണ് ജനിച്ചിരിക്കുന്നതല്ലേ, അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നത്. പക്ഷേ അവൻ അപ്പനെക്കുറിച്ച് അറിയില്ല, അപ്പൻ്റെ സ്വത്തിനെ കുറിച്ച് അറിയത്തില്ല. പക്ഷെ അറിയുന്നത് വരെ അവൻ ആരാന്നറിയാമോ? കുഞ്ഞുങ്ങളാണ്. മറന്നു പോകരുത്. പാപം ക്ഷമിക്കപ്പെട്ട് കേട്ടിരിക്കുകയാണ്, അല്ലേ? വീണ്ടും ജനിക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവകുടുംബത്തിൽ ദൈവരാജ്യത്തിനകത്തുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ അവൻ ഇപ്പോഴും ആരാന്നറിയാമോ? ശിശുവാണ്. അവനെ കൈക്കൊണ്ട് അവിടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്തു. അതിൻ്റെ മൂലഭാഷ പഠിച്ചാൽ ടു ബിക്കം സൺസ് ഓഫ് ഗോഡ്, ആയി തീരുവാൻ. അതിനർത്ഥം നമ്മൾ ജനിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ എന്തോ ഒന്നല്ല. വെളിപ്പാട് ദിവസം 21 ഞാൻ പറയൂല, നിങ്ങൾ പറ. ഇത്രയും വർഷം എല്ലാ നാളും പറഞ്ഞുകൊണ്ട് എല്ലാ മിക്കവരും പറയും. വെളിപ്പാട് 21:7 പറ. ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും, അവർ എനിക്ക് മക്കളും ഞാൻ അവന് പിതായി മാറും. അപ്പൊ അതുവരെ ഒരു യാത്രയാണ് നമ്മുടേത്. ആണോ ഇല്ലയോ? ദൈവകുടുംബത്തിൽ ടു ബിക്കം സൺസ് ഓഫ് ഗോഡ്, ആയിത്തീരുന്നോ? നമ്മളൊക്കെ ആയിക്കൊണ്ടിരിക്കുക. നമ്മളൊക്കെ അല്ലേ? പഴയ ബാലിശമായ കാര്യങ്ങളൊക്കെ വിട്ടുപോയി നമ്മൾ ഒരു ലോകത്തിൻ്റെ മോഹത്തിൽ നമ്മെ വീഴ്ത്താൻ കഴിയത്തില്ല, അല്ലേ? ചില പാപങ്ങൾ നമ്മൾ ഇന്ന് വലിഞ്ഞു മുറുക്കെങ്കിൽ പോലും പലപ്പോഴും നമ്മൾ എല്ലാത്തിനും ജയിച്ചു കൊണ്ടിരിക്കുക. നമ്മളെ പല കാര്യങ്ങളൊക്കെ നമ്മൾ എത്രയോ ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞു, അല്ലേ? ദാവീദ് പറഞ്ഞില്ലേ, ഞാൻ മലകളേക്ക് ചാടിക്കടക്കും. പണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പോ രക്ഷിക്കപ്പെട്ട സമയത്തൊക്കെ ചില പാവങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കിയിരിക്കും. പാപം ചെയ്യും, താഴെ വീഴും, അല്ലേ? വീണ്ടും പാപം വരും, ചെയ്യും, താഴെ വീഴും. മലകൾ പോലെ ഇരിക്കുകയായിരുന്നു. പക്ഷേ കാലചക്രം കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഇന്ന് ആ മലകളൊക്കെ ഞാൻ കാലുകൊണ്ട് കവച്ച് വെച്ച് പോകുകയാണ്. നമ്മളൊക്കെ എന്താ മിണ്ടാതിരിക്കുന്നില്ല? മനസ്സിലാവുന്നുണ്ടോ? ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളർന്നുകൊണ്ടിരിക്കുക. പണ്ട് ഇപ്പോൾ മലകളൊന്നും അല്ല, കുന്നുകളാ. ചില കവച്ച് വെക്കാം. എന്നാലും മുഴുവനും പോയെന്ന് ഞാൻ പറയത്തില്ല, എന്നാലും പറയുക കവച്ച് വെക്കാൻ കഴിയും. ഞാൻ മലകളേക്ക് ചാടിക്കടക്കും. ദാവീദ് പറഞ്ഞ പോലെയൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇതൊക്കെ കഴിയുമാറാക്കുന്ന ഒരുവൻ നമ്മുടെ കൂടെ ഉണ്ടെന്നേ. ജയാളിയായവൻ ഇതിനകത്ത് വാസം ചെയ്യുക. ഈ മർമ്മം മറന്നു പോകരുത്. എൻ്റെ കഴിവല്ല, തുടക്കത്തിൽ പറഞ്ഞ പോലെ എന്നെ കൊണ്ട് ഒന്നും കഴിയില്ല എന്ന് ഒരുവന് മനസ്സിലാക്കുന്നവരെ കർത്താവ് കൈവിട്ട് കളയും. നമ്മളെക്കൊണ്ട് നമ്മുടെ ബുദ്ധി, അല്ലേ, നമ്മുടെ സ്ട്രാറ്റജി, നമ്മുടെ ടെക്നോളജിയൊക്കെ വെച്ച് നമ്മളിങ്ങനെ ഓരോ വർഷങ്ങൾ ഓടും അങ്ങനെ. പക്ഷെ അവസാനം കർത്താവിനോട് പറയും, കർത്താവേ ദേ അടിയനിതാ എന്ന് പറയുന്നത് വരെ നമ്മളെ കർത്താവ് കൈവിട്ടിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, കളി കണ്ടുകൊണ്ടിരിക്കും നമ്മളെ കളി. എന്നിട്ട് പറയും, ഒരു ദിവസം പറയും, കർത്താവേ ഇതാ എന്നെ കൊണ്ട് ഒന്നും ആകില്ല, ഇതിനകത്ത് ഒരു നന്മയും വസിക്കുന്നില്ല കർത്താവേ, നിന്നെ സ്തുതിക്കുവാനോ നിന്നെ മഹത്വപ്പെടുത്തുവാനോ പോലും എൻ്റെ അകത്ത് ഒരു നന്മയുമില്ല. പണ്ട് പറയും, ഞാൻ എപ്പോഴും ക്ലാസ്സൊക്കെ വരും സമയമുള്ളതുപോലെ, ന്യായപ്രമാണം പറയുന്നത് വേറെയാ. ന്യായപ്രമാണം പറയും, ദൈവമേ ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്നാണ് ന്യായപ്രമാണം പറയുന്നത്. ന്യായപ്രമാണമില്ലേ, പഴയ പ്രമാണം പറയുന്നത് യഹോവയ്ക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യും, ഞാൻ യാഗമർപ്പിക്കും, ഞാൻ ഉത്സവങ്ങൾ എന്തുവാകട്ടെ, അല്ലേ, പല കാര്യങ്ങളാ ഞാൻ ചെയ്യും ന്യായപ്രമാണം പറയുന്നത്. പക്ഷേ പുതിയ നിയമം അതല്ല. പുതിയ നിയമം ഒറ്റ കാര്യമുള്ളൂ, മുഴുവനും കൃപയാണ്. വെളിപ്പാടായോ എന്ന് എനിക്കറിയത്തില്ല, ഒരു വല്ലാത്തൊരു സാധനമാണ്. അനേക വിശ്വാസികൾ ന്യായപ്രമാണത്തിൽ കിടക്കുക, അല്ലേ? ഇത്തിരി പക്വത കഴിയും പറയും, ഞാൻ കർത്താവിനോട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലേ? വയസ്സായപ്പെടുന്നു, അല്ലേ? എനിക്ക് കർത്താവിനോട് എന്തെങ്കിലുമൊക്കെ. ഇപ്പോഴും ന്യായപ്രമാണത്തിന് കീഴില്ല നമ്മളൊക്കെ. ഒരു ചുക്ക് ചെയ്യാൻ കഴിയത്തില്ല. ജോസിയുടെ ഭാഷ പറഞ്ഞാൽ ഒരു കിണ്ടിയും ചെയ്യാൻ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒന്നും നടക്കത്തില്ല.
ഇതൊക്കെ ന്യായപ്രമാണമാണ്. ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഇത് വേറൊരു ലെവൽ ക്രിസ്ത്യ ജീവിതമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് സത്യസുവിശേഷമാണ്. ഹല്ലേലൂയ. കൃപ മുഴുവനും കൃപയാണ്. പ്രാക്ടീസ് ജീവിതം തുടങ്ങിക്കോ, എല്ലാം തുടങ്ങിയോ. ജീവിതത്തേക്ക് അങ്ങനെ പതിയെ കാൽ വെച്ചോ, ജീവിതം മാറ്റം വരും. പടപടയേത് ജീവിതത്തിൽ ഭയങ്കര മാറ്റം വരും നമ്മുടെ ജീവിതത്തിലേക്ക്. എന്തുമാകട്ടെ, അപ്പോൾ കുഞ്ഞുങ്ങൾ, ഒരുപറ്റ കുഞ്ഞുങ്ങളുണ്ട്, പക്ഷേ രക്ഷിക്കപ്പെട്ടവരാ, സ്ഥാനപ്പെട്ടവരാ സഭക്കകത്ത് അവരുമുണ്ട്. പക്ഷേ അവർ ഈ പാല് കുടിച്ചുകൊണ്ടിരിക്കുക. കൈവെപ്പ് അല്ലേ, എന്താ പറയുക, സ്നാനം, മാനസാന്തരം, കൈവെപ്പ്, പിന്നെ ഇടയ്ക്ക് കാൽവെപ്പും. അതുകൊണ്ട് അതൊക്കെ എല്ലാ പരിപാടിയും ഉണ്ടല്ലേ. അതൊക്കെ കുഞ്ഞുങ്ങളാ, വെറും കുഞ്ഞുങ്ങൾ. അത് 10 വയസ്സായാലും കുഞ്ഞ, 30, 40 ആയാലും കുഞ്ഞു തന്നെയാണ്, മറന്നു പോകരുത്. ഇനി രണ്ടാമത് പിതാക്കന്മാരുണ്ട്, വേറൊരു ഗ്രൂപ്പ് പിതാക്കന്മാർ. നമ്മുടെ സമയം പോകുന്നു. പിതാക്കന്മാരുണ്ട്, അവർ പക്വത പ്രാപിച്ചവരാ അല്ലേ. അവർ അപകടങ്ങളെക്കുറിച്ച്, ലോകത്തിൻ്റെ എല്ലാത്തെക്കുറിച്ച് അറിഞ്ഞവരാ. അവർ ഈ ലോകത്തിൽ ഒരു സുഖങ്ങളുടെ പുറകെ ഒന്നും പോകത്തില്ല. കാരണം പിതാക്കന്മാർ നമുക്കറിയാമല്ലോ. എൻ്റെയൊക്കെ ആത്മീയ പിതാവായ മുട്ടം ഗീവർഗീസ് മരിച്ചുപോയി. അതിന് മുമ്പുണ്ടായ എൻ്റെയൊക്കെ ഈ പപ്പായ ഐസ്ക്രീമിൻ്റെയൊക്കെ മുതലാളിയായ സാംസം ബ്രദറൊക്കെ എൻ്റെ ആത്മീയ പിതാവായിരുന്നു. പിന്നീട് ഇങ്ങനെ അദ്ദേഹം മാറിയത്. അദ്ദേഹം മരിച്ചുപോയി. അവരെ സ്വത്തുക്കൾ മുഴുവനും കർത്താവിന് വേണ്ടി വലിച്ചെറിഞ്ഞ് കളഞ്ഞു. കോടിക്കണക്കിന് സ്വത്താണ്. കണ്ടംകുളത്തി ഫാമിലിയൊക്കെ പപ്പായ ഐസ്ക്രീമിൻ്റെ MD അതൊക്കെ വലിച്ചെറിഞ്ഞ് കൊടുത്തിട്ട് ആ സ്വത്ത് മുഴുവൻ എടുത്തിട്ട് പാവങ്ങൾക്ക് കൊടുത്ത് ജീവിതം കൊടുത്തു തീർത്ത് അതൊക്കെ അക്കരെ നാട് പോയ ആൾക്കാർ തലമുറയൊക്കെ. അദ്ദേഹത്തിന് ആത്മീയ പിതാവ് ഉണ്ടായിരുന്നു, ക്യാപ്റ്റൻ ഷൗമേൽ. കേട്ടോ ക്യാപ്റ്റൻ ഷൗമേലെ കേട്ടോ നിങ്ങൾ? ക്യാപ്റ്റൻ ഷൗമേൽ എന്നൊക്കെ പറയുന്ന ആൾക്കാർ, വിശുദ്ധന്മാരായ ആൾക്കാർ. ലോകത്തിലേക്ക് ക്യാപ്റ്റനാണ്. നമ്മുടെ ഈ ഇവിടെ പ്രസംഗിച്ച മറ്റേ പുള്ളിയുടെ വരുന്ന ക്യാപ്റ്റൻ, മറ്റേ ഇവിടെ അങ്കിളുടെ ജോർജ് ബദർ ഫ്രണ്ട് ക്യാപ്റ്റൻ, ഇവിടെ നമ്മൾ പ്രസംഗിച്ചില്ലേ, പുള്ളിയുടെ പേരെന്താ? PG വർഗീസ് അങ്കിളൊക്കെ പുള്ളിയൊക്കെ പട്ടാളത്തിൽ. അതേപോലെ ക്യാപ്റ്റൻ അദ്ദേഹമായിരുന്നു ഷൗമേൽ പാസ്റ്റർ. വിശുദ്ധന്മാരായ മനുഷ്യരൊക്കെ അതൊക്കെ വലിച്ചെറിഞ്ഞ കർത്താവിന് വേണ്ടി ജീവിച്ച മനുഷ്യർ അവരൊക്കെ. എന്തോരം ജീവിച്ചെന്നറിയാമോ? നല്ല എന്താ പറയുക, കറതീർന്ന ജീവിതമാണ് അവരൊക്കെ. കാരണം ലോകത്തെ വെറുത്തത് എങ്ങനെയാണ് വെറുക്കണമെന്ന് കാണിച്ച് പഠിപ്പിച്ചത് നമ്മുടെ മുമ്പിൽ. അതൊക്കെ കാണുവാൻ, അല്പമായിട്ട് കാണുവാനൊക്കെ കൃപ ലഭിച്ചതുകൊണ്ടാണ് ഇന്ന് ഞാനൊക്കെ ഇവിടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ലോകത്തിൻ്റെ പുറകെയൊക്കെ നമ്മൾ പോയേനെ. അതൊക്കെ പറഞ്ഞ് മനസ്സാവുന്നുണ്ട്. പിതാക്കന്മാർ ലോകത്തെ വെറുത്ത് ജീവിച്ചവർ. ലോകത്തിൽ ഒരുപാട് നന്മകൾ പ്രാപിക്കാൻ കഴിയുമെങ്കിലും അതെല്ലാം വലിച്ചെറിഞ്ഞ് കഴിഞ്ഞ് അത്യാവശ്യം ജീവിക്കാൻ, ഉണ്ണാനും ഉടുപ്പാനും വെച്ച് ബാക്കി സമയം മുഴുവനും കർത്താവിന് വേണ്ടി ജീവിച്ച തലമുറകളൊക്കെ എത്രയോ ആൾക്കാർ. അവരുടെയൊക്കെ സമ്പത്തുകളൊക്കെ മുട്ട ഗീവർഗീസിലേക്ക് 16 ദിവസമൊക്കെ പട്ടിണിയായി കിടന്നു. മുലകുടി മാറാത്ത കുഞ്ഞ് അമ്മയുടെ പാല് കുടിച്ച് അവസാനം അമ്മയും ബോധം കെട്ട് വീട്, കുഞ്ഞും വീണ് 16ാമത്തെ ദിവസം. ആ സമയത്ത് എഴുതിയ സഹജയെന്ന് വിളിച്ചുകൊണ്ട് പാട്ടൊക്കെ എഴുതില്ലേ? എന്താ പാട്ടറിയാമോ? അടലിലും ജീവിതമരുവിൽ. അപ്പോൾ അപ്പച്ചന ചാരു കസല കിടന്നുകൊണ്ട് പറഞ്ഞു, ഒരു പേനയും പേപ്പറും കൊണ്ടുവരാൻ പറഞ്ഞു. മക്കൾ വിചാരിച്ച് കടയിൽ പോയി കഞ്ഞിയും പയറും എന്താ പയറും ചോറൊക്കെ അരിയൊക്കെ മേടിക്കാൻ വേണ്ടി ലിസ്റ്റിടാൻ വേണ്ടിയാന്ന് വിചാരിച്ച്. പക്ഷേ പുള്ളിക്കാരൻ ചാരി കിടന്നുകൊണ്ട് ആ കരയുന്ന അമ്മയുടെ പാല് കുടിച്ച് അമ്മയും ബോധം കെട്ടി വീട് ആ നടുവിൽ കിടന്നുകൊണ്ട് എഴുതിയ പാട്ടാണ് ആ പാട്ടൊക്കെ. വിശുദ്ധന്മാരുടെ തലമുറകൾ, വിശ്വാസം ജീവിച്ച തലമുറ. ഒരുപക്ഷെ നമുക്ക് പറഞ്ഞാൽ അത്ര ഗ്രഹിക്കാൻ പറ്റുമോ എന്ന് ഈ തലമുറയിൽ എനിക്കറിയുമെന്ന് അറിയത്തില്ല. എത്രയൊക്കെ മനസ്സാവേണ്ട ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, വരാനിരിക്കുന്ന ലോകം നമുക്ക് വേണ്ടിയിട്ട്. വരാനിരിക്കുന്ന ലോകം അത് സത്യമാണ്. ആത്മാവിൽ കാണുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യാം. വരാനുള്ള ലോകമുണ്ട്. അതൊട്ടും താമസിയാതെ അത് പ്രത്യക്ഷമാവും ഇവിടെ. കാരണം അകത്തത് വന്നിട്ടുണ്ട്. അകത്ത് ഈ ആത്മാവിനകത്ത്, നമ്മുടെ ഹൃദയത്തിനകത്ത് ആ ദൈവരാജ്യം വന്നു കഴിഞ്ഞിരിക്കുക. നമുക്കറിയാം. ഇന്ന് പറയുമ്പോഴും ആത്മാവിൻ്റെ തുടുപ്പ് നമുക്കറിയാം. ജീവൻ്റെ തുടുപ്പ് ഇതകത്തുണ്ട് നമുക്കത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പിതാക്കന്മാരൊക്കെ അനുഭവിച്ച അവർക്ക് വേണ്ടി ലോകത്തെ സ്നേഹിക്കാമായിരുന്നു. പഴയ തലമുറയെ കേട്ടില്ല, അവരൊക്കെ പന്തലിടും കൺവെൻഷൻ നടത്താൻ വേണ്ടി. പന്തലിടുമ്പോൾ ആ കുറ്റിയിടാൻ പോലും അവർ വിളിക്കുന്ന ആൾക്കാർ ആരെങ്കിലും വന്ന് കുറ്റിയിടുമ്പോൾ, നീ അഭിഷേകം പ്രാപിച്ചവനാണോ എന്ന് ചോദിച്ചിട്ടാണ് അവർ കുറ്റിയിടിപ്പിക്കുന്നത്. അഭിഷേകം പ്രാപിക്കാതിരിക്കുന്ന ഒരുത്തരെയും കുറ്റിയിടാൻ ഉപയോഗിക്കത്തില്ല. എത്രയൊക്കെ പറഞ്ഞ് മനസ്സാവുന്നുണ്ട്. തലമുറ മാറിപ്പോയി. അത് ജാതി ഒരൊറ്റ മനുഷ്യനെയും അതിനകത്ത് കയറ്റത്തില്ല അവർ. ഹല്ലേലൂയ. വിശുദ്ധന്മാർ പോരാടി ജീവിതത്തിന് വേണ്ടി. ഇന്ന് കോംപ്രമൈസ് നമ്മൾ പറയും അവരെയും കൂടി ഇങ്ങോട്ട് ചേർക്കാനാണ്. ഈ ഉഡായിപ്പ് പണിയൊക്കെ നിർത്തിയാൽ നമ്മൾ രക്ഷപ്പെടും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സാവുന്നുണ്ടോ? ഇത് വിശുദ്ധ ഗണമാണെന്ന്, നമ്മൾ വേർതിരിക്കപ്പെട്ട കൂട്ടമാണ്. ഞാൻ പറഞ്ഞ ക്ലിയർ ആണെന്ന് നിങ്ങൾക്ക്? അതുകൊണ്ട് പിതാക്കന്മാരുടെ ജീവിതം അവർ പക്വത പ്രാപിച്ചതാണ്. ലോകത്തിലെ എല്ലാ അപകടങ്ങളും അല്ലേ, അതിൻ്റെ ദുഷ്ടതകളും കണ്ടവരാണ് അവർ. അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. പക്വത പ്രാപിച്ചവരാണ്. ഇങ്ങനെ പോയാൽ മോനെ, ഇങ്ങനെ പോയാൽ
അതുകൊണ്ടാണ് പിതാക്കന്മാർ ഈ യോഹനാൻ ഈ പല സമയങ്ങളിൽ കുഞ്ഞുങ്ങളെന്നൊക്കെ വിളിക്കുമ്പോഴുണ്ടല്ലോ, ഞാൻ ആലോചിക്കുക, അപ്പോസ്തലനായ യോഹനാൻ കുഞ്ഞുങ്ങളെന്നൊക്കെ വിളിക്കുമ്പോൾ എത്രമാത്രം വാക്കിന്മേൽ ആ ദൈവസാന്നിധ്യം ഉണ്ടെന്ന് അറിയാമോ? നമ്മളെ സ്നേഹിച്ചോണ്ട് വിളിക്കാം. പക്വത പ്രാപിക്കുമെന്ന് പറയുന്ന പോലെ കുഞ്ഞുങ്ങളെ എന്നൊക്കെ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്തുവാകട്ടെ, പിതാക്കന്മാരെ പോലെ ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിലേക്ക്. അവിടെ പക്വത പ്രാപിക്കുക. ഇടയ്ക്ക് കുറുദലേഖത്തിൻ്റെ വാക്കുണ്ടല്ലോ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടായിരിക്കെ നീ ഈ പ്രശ്നം പരിഹരിക്കാൻ പ്രാപ്തിയുള്ള ഒരുത്തരം നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് പൗലോസ് ശാസിക്കുകയാണെന്ന്. ആ പ്രശ്നം തീർക്കാൻ ജാതികളുടെ അടുക്കലേക്കാണ് പോകുന്നത്. ജാതി അടുക്കൽ പോയാൽ ഈ കേസ് കൊടുക്കും. നമ്മുടെ സഭയിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്, അങ്ങനെ പ്രശ്നമുണ്ട്. നിങ്ങളുടെ ഇടയിലില്ലേ പ്രശ്നം തീർക്കുവാനുള്ള ജ്ഞാനിയായവൻ, പ്രാപ്തനായവൻ നിങ്ങളുടെ ഇടയിൽ എന്നൊക്കെ പൗലോസ് ചോദിക്കത്തില്ലേ? ഹല്ലേലൂയ. അടുത്ത വാക്യം പറയുക, നിങ്ങൾ വീണുപോയ ദൂതന്മാരെ വിധിച്ച് നരകത്തിൽ തള്ളേണ്ട ആൾക്കാരാണ് നമ്മളൊക്കെ. ഞാൻ പിന്നീട് എടുക്കുവാനെ കുറിച്ചൊക്കെ, സാത്താന ലോകത്തെ വീണുപോയ ആ സാത്താന ലോകത്തെ വിധിച്ച് നരകത്തിൽ തള്ളാൻ പോകുന്നത് യേശുവല്ല, നമ്മൾ ഓരോരുത്തരുമാണ്. ലോകത്തെ ജയിക്കാതെ നമ്മളെങ്ങനെ അവനെ തള്ളി പുറത്താക്കുമല്ലേ? ഇവിടെ വെച്ചല്ല, അവിടെ വെച്ച്. ഇവിടെ ജയിച്ച് അവിടെ പോയാലും 1000 അത് കഴിയുമ്പോൾ 1000 സമയത്തൊക്കെ സാത്താനെ തള്ളിക്കളയുമ്പോൾ നമ്മളാ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വീണുപോയ ദൂതന്മാരെ വിധിക്കേണ്ടവരല്ലയോ? അതൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിൽ ഒരുപാട് ആത്മീയ നന്മകൾ, ആത്മീയ എന്താ പറയുക, അവകാശങ്ങൾ, വാക്തത്വങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുക. അതിലേക്ക് നമ്മുടെ കണ്ണുകൾ, ഹൃദയങ്ങൾ പറയട്ടെ. വരുമ്പോൾ നമുക്ക്, ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയുക, പകുതി അവിടെയും പകുതി ഇവിടെയൊക്കെ നമ്മൾ ജീവിക്കും. അപ്പോൾ ആ പിതാക്കന്മാരെ പോലെ നമ്മൾ എന്താകണം? പക്വത പ്രാപിക്കണം. നമ്മൾ എങ്ങനെയാ പക്വത പ്രാപിക്കുന്നത്? പറയാൻ പോയി ഒരുപാട് പറഞ്ഞു പോയി. എങ്ങനെയാ? നമുക്ക് ഒരുപാട് ലോകത്തിൽ സ്കൂളിൽ പഠിച്ചപ്പോഴും കോളേജിൽ പഠിച്ചതൊക്കെ നമുക്ക് ജ്ഞാനങ്ങൾ ഒരുപാട് നമ്മുടെ അകത്തുണ്ട്. പക്ഷേ ആ മനസ്സിൽ അതൊക്കെ തൂത്ത് കളഞ്ഞിട്ട് എന്താണെന്നറിയാമോ? വചനം എഴുതുകയാണ് നമ്മുടെ അകത്ത്. വചനം എഴുതിക്കൊണ്ടിരിക്കുക. നമ്മുടെ മനസ്സ് പതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ലോകം കാണിക്കുന്നതല്ല. ലോകത്തിൽ എന്തു പറയുന്നുവോ അത് നേരെ വിപരീതമാണ് ദൈവരാജ്യം. ഇവിടെ തല്ലിയാൽ തിരിച്ചല്ലാന്നാണ് പറയുന്നത്. പറ്റിയില്ലെങ്കിൽ ഒന്ന് കാർക്കിച്ചെങ്കിൽ തുപ്പിട്ട് പോകാന്ന് പറയും നമ്മളോട്, അല്ലേ? മറ്റതല്ല, ഇവിടെ തല്ലിയാ എന്നാ പിടിച്ചോ, ഒന്നും കൂടെ തല്ലിക്കോളാൻ പറയും. അങ്ങനെ ചെയ്ത ആൾക്കാരുണ്ട്. ഈ വിശ്വാസിയല്ല, അവിശ്വാസിയായ ഒരു മനുഷ്യൻ, വേറെ ആരുമല്ല, മഹാത്മാഗാന്ധിയൊക്കെ അല്ലേ, കാലുകൊണ്ട് ഒരാളെ തട്ടിയപ്പോൾ പറഞ്ഞു, നിന്റെ കാല് വേദനിച്ചോ ഏതോ ഷൂ, അങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. ഒരു ഹിസ്റ്ററി ചരിത്രത്തിലൊക്കെ ഉണ്ട്. ജാതികൾ പോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇന്നും പറ്റുന്നില്ല. നമ്മൾ ഇന്ന് മകൾ വിട്ടു പോകുന്നു. അപ്പോൾ പിതാക്കന്മാരെ പോലെ പക്വത പ്രാപിക്കണം. ഏകമാർഗം ഹൃദയം നിറച്ച് വചനമായിരിക്കണം. വചനം എന്ന് പറഞ്ഞാൽ ക്രിസ്തു, യേശു, അല്ലേ? എത്രത്തോളം വായിക്കാൻ പറ്റുമോ അത്രത്തോളം വായിക്കുക. 5 അധ്യായം വായിക്കാൻ പറയുന്നത് 5 അധ്യായമല്ല, എത്രത്തോളം വായിക്കാൻ പറ്റുമോ അത്രത്തോളം വായിക്കുക. വെറുതെ ഇരിക്കുകയാണെങ്കിൽ സമയം കേൾക്കുക, ചെവി വെച്ച് കേൾക്കുക, അല്ലേ? വായിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളൊക്കെ 40 അധ്യായം വായിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളൊക്കെ പണ്ട്. ഇപ്പോഴൊക്കെ കുറഞ്ഞ് ഇപ്പോൾ നിങ്ങൾ 5 അധ്യായത്തിലൊക്കെ ഒതുക്കൊണ്ട്. പണ്ടൊക്കെ നല്ല പ്രായത്തിൽ മാക്സിമം അകത്തേക്ക് വലിച്ചു കയറ്റി. പിന്നീട് കണ്ണുപാട് ഷുഗറായി, കണ്ണിന് കാഴ്ച കുറഞ്ഞു, അല്ലേ? ഒരുപാട് ബുദ്ധിമുട്ട് കാര്യം. പക്ഷെ അതുകൊണ്ടാണ് നല്ല പ്രായത്തിൽ എത്രത്തോളം ക്രിസ്തുവിനെ പാലനം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം പാലനം ചെയ്യുക. നാളെ നമുക്ക് എന്ത് വരും നമുക്കറിയത്തില്ല. അന്നല്ല, ഇന്ന്. റിട്ടയർഡ് ആയിട്ടല്ല നമ്മൾ. ഇപ്പം ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ രാവിലെ പോയാൽ മതി. ഇല്ലെങ്കിൽ പള്ളിയിൽ രാവിലെ കുർബാനയ്ക്ക് പോകണമെങ്കിൽ രാവിലെ വരുമ്പോൾ കുർബാനയ്ക്ക് പോകുന്ന ആൾക്കാരെ കാണാം. 70, 80 റിട്ടയർഡ് ആയില്ലേ? വിസയുടെ കാലാവധി അടുത്തോണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ മുഴുവൻ പോകുന്നത്. ഈ സഭാപ്രസംഗി പറഞ്ഞ പോലെ, നിന്റെ യൗവനകാലത്തിലെ നീ നിന്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊള്ളുക. അതാണ് ഏറ്റവും മഹത്വം പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളിലൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ മക്കളുടെ ഹൃദയത്തിലൊക്കെ ആ ദൈവവചനം കയറി ഇറങ്ങിയാലുണ്ടല്ലോ ഒരിക്കലും തെറ്റിപ്പോകത്തില്ല. ഇനി പോയാൽ, എവിടെയെങ്കിലും പോയാൽ ഒട്ടും താമസമില്ല, ദൈവം അവരെ മടക്കിക്കൊണ്ടുവരും. കാരണം വചനം അതിൻ്റെ പണി നടത്തിയിരിക്കും. എനിക്ക് നല്ല ഉറപ്പുണ്ട്, വചനം അതിനെ പണി ചെയ്തിരിക്കും. മഞ്ഞും മഴയും വീണാലും അത് ഇവിടെ പൂർത്തിയാക്കാതെ പോകത്തില്ല. അതാണ് വചനം. അതാണ് വചനത്തിൽ ജീവനും ആത്മാവ് എന്ന് പറയുന്നത്. ഇന്ന് മാക്സിമം അതുകൊണ്ടാണ് പിള്ളേരൊക്കെ ഞാൻ ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി വരാൻ വേണ്ടി പ്രത്യേകിച്ച് അവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്തുവാകട്ടെ, പിതാക്കന്മാർ. രണ്ടാമത് ബാലിക്. എന്താ ബാലിക്? 2 പ്രാവശ്യം, എല്ലാ വാക്കുകളും 2 പ്രാവശ്യം വെച്ചെടുത്ത്. നമുക്ക് ഈ വാക്യമാണ് നമുക്ക് ആവശ്യം. ബാലിക്കാരെ, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കിയാൽ നിങ്ങൾക്ക് എഴുതുന്നു. ഇതേ വാക്യം വീണ്ടും ആവർത്തിക്കുന്നു. നിങ്ങൾ എങ്ങനെയാ ജയിച്ചത്? അവിടെ വീണ്ടും യോഹന്നാൻ എഴുതി വെച്ചിരിക്കുകയാണ്, നിങ്ങൾ ശക്തരാകുകയാലും. ദൈവവചനം എങ്ങനെയാ ശക്തരാകുന്നത്? ദൈവവചനം നിങ്ങളിൽ വാസം ചെയ്യുന്നു, അല്ലേ? ഞാൻ ഈ മറ്റേ ബിന്നു പറഞ്ഞതുപോലെ, ഞാൻ വയലിൽ എന്താ പറയുക, പുല്ല് ആടിനെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിംഹം, അല്ലേ, ഇവിടെ പട്ടി വന്നാൽ മതി, ഓടിച്ചു കളയും. ഇപ്പോൾ ഒരു വിശ്വാസി പറഞ്ഞത്, എനിക്ക് പാറ്റയെ ഭയങ്കര പേടിയാണ് പാസ്റ്റർ എന്ന് പറഞ്ഞ്. പാറ്റ ഓടി വന്നാൽ അയ്യോ പുള്ളി ഓടി കട്ടമേ മുകളിൽ കയറും. ഇത് സിംഹമൊക്കെ വന്നാലും കരടി വന്നാലും വലിച്ചു കയറാനുള്ള ശക്തി നമ്മുടേതല്ലെന്നേ.
ഇത് പാറ്റ മതി നമ്മുടെ ജീവിതം കോഴി നമ്മളൊക്കെ പേടിച്ചു പോകാനായിട്ടല്ലേ. ഇത് 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 ഈ ശക്തി മുഴുവനും തരുന്നത് നിങ്ങൾ സ്വർഗമാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാവും. അതുകൊണ്ട് ബാല്യക്കാർ നിങ്ങൾ ശക്തരാണ്. ഒരു സത്യം നമുക്കറിയണം, നമ്മളൊക്കെ ആ ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ബാല്യക്കാരിൽ പിതാക്കന്മാരുടെ ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുക. നമ്മളെല്ലാം ആ ബാല്യക്കാർ ലെവലിൽ വളർന്നുകൊണ്ടിരിക്കുക. ഇവിടെ സിറ്റുവേഷൻ നമുക്ക് എങ്ങാട് വേണമെങ്കിൽ തിരിയാം. ശക്തിയുണ്ട് അല്ലേ, ദൈവജനം നമ്മൾ വസിക്കുന്നുണ്ട്, ദുഷ്ട ജയിച്ചിരിക്കുക ചെയ്ത് തന്നെയാണ്. പക്ഷേ നമുക്ക് വീഴാനും ഇടയുണ്ട്. നമുക്ക് ബാല്യ യൗവനകാലമല്ലേ, വീണു പോകാനും ഇടയുണ്ട്. അതുകൊണ്ട് അത് വേറെ സൈഡ് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് പറഞ്ഞു വരാം. ബാല്യക്കാർ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുക. കുഞ്ഞുങ്ങൾക്കൊരിക്കലും ദുഷ്ടനെ ജയിക്കാൻ കഴിയത്തില്ല. ഒരു വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് അവൻ കുഞ്ഞായി ഇന്നും പാല് കുടിച്ച് അല്ലേ എന്ത് പറഞ്ഞാലും ഒരു വിഷയം വന്നാൽ പാസ്റ്ററെ അല്ലെ പനി വന്ന് അല്ലെ അത് വന്ന് ഇത് വന്നൊക്കെ പറഞ്ഞ് എന്തിനും ഏതിനും ഒരു കുഞ്ഞിനെ പോലെ പറയുന്നുവെങ്കിൽ അവന് സാത്താൻ അല്ലെങ്കിൽ ദുഷ്ടനെ ലോകത്തെ ജയിക്കാൻ കഴിയില്ല അവന്. പക്ഷെ ജയിക്കാൻ കഴിയും. ആർക്കെന്നറിയാമോ? ആ ബാല്യകാലത്തിലേക്ക് അല്ലെങ്കിൽ എന്താ പറയുക, ആ യൗവനത്തിലേക്കൊക്കെ വളർന്നു വരുമ്പോൾ നമുക്ക് ജയിക്കാൻ കഴിയും. എങ്ങനെയാണ് ജയിക്കുന്നത്? ദൈവവചനം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ദൈവവചനമാണ് ആ ശക്തി നമുക്ക് നൽകുന്നത്. ഇപ്പോൾ ഈ ഗോലിയാത്തിനൊക്കെ മുമ്പിൽ ദാവീദ് വിളിച്ചു പറയാൻ കാരണം അറിയാമോ? എന്താ, എവിടെ നിന്ന് കിട്ടിയ ശക്തി? അവനെ വഴിയാത്രയിൽ ദൈവനെ പഠിപ്പിച്ചു. സിംഹം വരുമ്പോഴും നിന്റെ ശക്തി കൊണ്ടല്ല ആ സിംഹത്തെ കൊന്നത്. കരടി വന്നപ്പോഴും നിന്റെ ശക്തി കൊണ്ടല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ കൊണ്ട് കഴിയാത്തതിനപ്പുറമുള്ള കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് നമ്മുടെ അകത്ത് ദൈവം ചെയ്യുന്നു എന്ന കാര്യം കാണിക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നു അല്ലേ. ചെറിയ പനി വയറുവേദന കാര്യമില്ല, വമ്മൻ കാര്യങ്ങൾ നിങ്ങളുടെ കയ്യാൽ സൗഖ്യമായിട്ടില്ലേ? നിങ്ങൾ പ്രാർത്ഥിച്ച് സൗഖ്യമായിട്ടില്ലേ? ഈ ചെറിയ വമ്മൻ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓർക്കണം, എന്നാലല്ല സംഭവിച്ചത്, ദൈവത്താൽ സംഭവിച്ചതാണ്. വരും നാളുകളിൽ ഇതിനേക്കാൾ വലിയ നമ്മുടെ മുമ്പിൽ വെല്ലുവിളിക്കുമ്പോൾ നാം പറയണം, അന്ന് വിടുവിച്ച ദൈവം ഇതും വിടുവിക്കാൻ ശക്തനാണെന്ന്. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. തളർന്നു പോകരുത്, ഒരിക്കലും തളരരുത്. കർത്താവിന്റെ സമയത്ത് വേണ്ടി കാത്തിരിക്കുക. നമുക്ക് കർത്താവിന്റെ സമയത്ത് കർത്താവ് അവൻ വിശ്വസ്തനാണ്. നമ്മുടെ സമയമല്ല, അവൻ്റെ സമയമാണ്. ഒരുപക്ഷെ നമുക്ക് ഒരു 5000 മീറ്റർ 10,000 മീറ്റർ ഒന്നും റിലേ ഓട്ടം ഒന്നും ഉണ്ടാകത്തില്ല. ചിലപ്പോൾ ഒരു 100 മീറ്റർ ആയിരിക്കും. പക്ഷെ ആ 100 മീറ്റർ കറ തീർന്ന ഓട്ടമായിരിക്കും. ദൈവത്തിന് പ്രസാദകരമായിരിക്കും. ഒരുപാട് ഓടി നടന്ന് അവിടെ ലണ്ടനിലും അല്ലെ അവിടെ എന്താ പറയുക അമേരിക്ക അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഓടി മിനിസ്റ്റർ ചെയ്തു. കുവൈറ്റ് ഒക്കെ കാര്യം നല്ല കാര്യമാണ്, ദൈവം തന്നെ ചെയ്യുക. പക്ഷേ ഒരല്പമേ ഓടിയുള്ളെങ്കിലും അത് ദൈവത്തിൻ്റെ കരം പിടിച്ചോടുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ റിലേ. ഒരു 500 ഇപ്പോൾ ഞാൻ ഇടയ്ക്ക് നമ്മുടെ പാട്ടുകാരൻ ഒരാൾ മരിച്ചുപോയി. ഇടയ്ക്ക് നമ്മളെ വണ്ണം വെച്ച് മരിച്ചുപോയില്ലേ, പാട്ടുകാരൻ മരിച്ചുപോയില്ലേ, ചിക്കു കുര്യാഗോസൊക്കെ. വലിയ ഓട്ടമൊന്നും ഓടി, പുള്ളിക്ക് കൊച്ചു പയ്യനാ, കൊച്ചു പയ്യനാ അല്ലേ, വലിയ ഓട്ടമൊന്നും ഓടിയില്ല. പക്ഷെ ഓടിയത് കറ തീർന്ന ഓട്ടം വരുന്നു. അതൊക്കെ അതാണ് നമ്മുടെ ക്രിസ്ത്യൻ. ഒരുപാട് ഓടി, അവിടെ ഓടി ഇവിടെ ഓടി, അവസാനം കായിനെപ്പെടുത്താഴത്ത് വേർത്ത് കുളിച്ച് നല്ലത് കറ തീർന്നൊരു അല്പമായി ഓട്ടം ഉള്ളെങ്കിലും ആ ഓട്ടം ദൈവത്തിന് പ്രസാദകരമാകണം. അതിനാവശ്യം എന്നറിയാമോ? നമ്മൾ ശക്തി പ്രാപിക്കണമെങ്കിൽ ദൈവവചനം നമ്മൾ വസിക്കണം. 3 കാര്യങ്ങളാണ്. 1, നാം ശക്തരാകണം. 2, പാട്ടുകാരൊക്കെ ആയിരിക്കോട്ടെ. 2, ദൈവവചനം നമ്മളിൽ വസിക്കണം, സത്യമായി വസിക്കണം. അങ്ങനെ വാക്ക് ബൈബിളിലെ സത്യമായിട്ട് ദൈവവചനം നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യണം എന്ന് മറ്റൊരു വ്യക്തി പറഞ്ഞാൽ യേശു എൻ്റെ ഉള്ളിൽ വസിക്കണം. മറ്റൊരു വ്യക്തി പറഞ്ഞാൽ ദൈവരാജ്യം എൻ്റെ ഹൃദയങ്ങളിൽ വന്ന് വസിക്കണം. എത്ര വാക്കുകളാ എന്തുവാകട്ടെ, ഈ കാര്യങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ ഈ നമ്മുടെ ജീവിതത്തിൽ സാത്താനെ നമുക്ക് അല്ലെങ്കിൽ ലോകത്തെ നമുക്ക് ജയിക്കാൻ കഴിയും എന്ന കാര്യം മറന്നു പോകരുത്.